നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന വചനത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ട്. The word which God sends to you has always a purpose. നിങ്ങളിലേക്ക് വീഴുന്ന വചനത്തിനകത്തു നിന്ന് ഒരു ചെടി പുറത്തു വരണമെന്ന്, വളരണമെന്ന്, അത് വൃക്ഷമായി തീരണമെന്ന്, അത് നിങ്ങൾക്കൊരു തൃപ്തിയും അനുഗ്രഹവുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. God, Holy Spirit is going to help us through the scripture. കഴിഞ്ഞ 1-2 ആഴ്ചകളായി ദൈവവചനത്തെക്കുറിച്ച് തന്നെ തുടർമാനമായി സംസാരിക്കുന്നത് കൊണ്ട് ആമുഖമായിട്ടൊന്നും പറയാതെ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. Even though we have been meditating and thinking about the scriptures, so we're just going to directly talk about it more. ഈ വചനം നിങ്ങളിൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. And this scripture is going to be a blessing for all of you. കാര്യം ഈ വചനം ദൈവരാജ്യത്തിന്റെ വചനമാണ്. Because the scripture is belonging to God's kingdom. നമ്മിൽ ആരുടേതുമല്ല, ദൈവരാജ്യത്തിന്റെ വചനമാണ്. This is not belonging to us, but it belongs to God's kingdom. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു തന്നെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഈ വചനം ദൈവരാജ്യത്തിന്റെ വചനമാണ്. It is not my own words, but Jesus himself says that this belongs to God's kingdom. ദൈവരാജ്യത്തിന്റെ വചനമായതുകൊണ്ട് സ്തോത്രം, ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചവർക്കുള്ള വചനമാണിത്. As it is a part of God's kingdom, those who belong to the kingdom can inherit it. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാത്തവർക്ക് ഈ വചനം മനസ്സിലാകത്തില്ല. The one who is not inside the kingdom of God cannot understand what is being sold. ഇത് അവർക്ക് രസകരമായി തോന്നുകയില്ല. And it might not be really exciting to read the scripture. ദൈവരാജ്യത്തിനകത്ത് വന്നവർക്ക് ഇത് ഭയങ്കര രസകരമായിരിക്കും. But someone who is inside the God's kingdom can really accept what it അവർക്ക് says. ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. And it is going to be thrilling to them. അവർക്കിത് ജയമായിരിക്കും. And it's going to turn them into victorious. അവർക്കിത് ജയമാണെങ്കിൽ, And if that is what victory comes അവർക്കിത് from, രസകരമാണെങ്കിൽ, if that's what can bring joy for them, അവർക്കിത് ഉല്ലാസത്തിന്റെയും ഘോഷത്തിന്റെയും നിമിഷങ്ങൾ ആകുന്നുവെങ്കിൽ, and if that is how celebration has started because of the scripture, എല്ലാവർക്കും അങ്ങനെയായി തീരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. and that is how Jesus desires that each and every one would experience it. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, And there's only one way for it. ദൈവരാജ്യത്തിനകത്ത് കയറുക. And that means you'll have to enter into God's kingdom. ദൈവരാജ്യത്തിന്റെ വചനമാണിത്. Because scripture belongs to the kingdom. ദൈവരാജ്യത്തിനകത്ത് ഉള്ള എല്ലാവർക്കും വചനത്തിന്റെ ഏതു ഭാഗത്തുകൂടി സഞ്ചരിച്ചാലും അവർക്കിത് മനസ്സിലാകും. Now whoever has become a member of the kingdom can definitely understand the scripture. പരിശുദ്ധാത്മാവ് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കും. Holy Spirit would help them adhere to the scripture. അതുകൊണ്ട് ദൈവരാജ്യത്തിനകത്ത് കയറിയവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവരാജ്യത്തിനകത്ത് കയറുവാൻ ആഗ്രഹിച്ച് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിപ്പിക്കും. I thank God for everyone who is interested and also who is in the part of God's kingdom. ആരെയും കർത്താവ് തള്ളിക്കളയത്തില്ല. There is no one whom God pushes away. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും, No matter how big your sin might അത് be, കടും ചുവപ്പാണെങ്കിലും, and even if it is so reddish, അതിനെ കഴുകുവാൻ പ്രാപ്തമായ അധികാരമുള്ള യേശുവിന്റെ രക്തം ഇന്ന് പകൽ നിനക്ക് വേണ്ടിയുണ്ട്. there is a blood which can equally cleanse up and make you white and clean because we have the blood of Jesus. ആ രക്തത്തെക്കുറിച്ച് ഇബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധമായ രക്തം ഇന്ന് പകൽ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. In the book of Hebrews, Paul addresses his blood which is much powerful and active than the Abel's blood which can cleanse all our യേശു sins. ദൈവമാണെന്ന് ഒരുവൻ വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, ഈ രക്തം ആക്റ്റീവ് ആകാൻ തുടങ്ങും. When there is someone who believes that Jesus is a real savior, this blood turns active. യേശു എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ രക്തം എൻ്റെ മേലുള്ള സകല പാപങ്ങളെയും കഴുകി പിശാചിന്റെ കരാള ഹസ്തങ്ങൾക്കകത്ത് നിന്ന് അവൻ എന്നെ പുറത്തു കൊണ്ടുവന്നു. So when I believe that Jesus is a savior and his blood is there for me, he has brought me out from all the bondages. എന്നിട്ട് അവൻ പറയുകയാണ്, കാൽവരി കുലമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തത്തെ ഒഴുക്കി. And that is where he says, I've shed my blood on the Calvary for you. അതെനിക്ക് വേണ്ടിയായിരുന്നില്ല, And that was not meant for myself. എന്നെ അയച്ച പിതാവിന് വേണ്ടിയല്ല, Jesus says it was not meant for the Father നിങ്ങളുടെ who കൂടെ has sent me. സദാസമയം ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയല്ല, And it was neither for the Holy Spirit who is there with you. ആത്മജീവികളാകുന്ന ദൈവദൂതന്മാർക്ക് വേണ്ടിയല്ല, And it was
not meant for even for these ഈ angels. രക്തം യേശുവിനെ കർത്താവും ദൈവമെന്ന് വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. The blood was shed for you and me as we believe in him. വചനം പറയുന്നു ആ രക്തം സകല പാപങ്ങൾക്കകത്തു നിന്നും നമ്മെ വിമോചിപ്പിക്കുന്ന രക്തമാണ്. That blood is the one which can cleanse us and redeem us from all the sins. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആ രക്തം വിമോചനത്തിന്റെ രക്തമാണ്. That blood is going to give us redemption from all our sins. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആ രക്തം സ്വാതന്ത്ര്യത്തിന്റെ രക്തമാണ്. That blood is going to give you the freedom from all your bondages. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആ രക്തം വിടുതലിന്റെ രക്തമാണ്. That blood is what is going to set us, deliver us from everything. യേശുവിന്റെ രക്തം എന്ന് നാം വായ കൊണ്ട് പറയുമ്പോൾ ഒരു പിശാചിനും അടുത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആ രക്തം നിങ്ങളെ സീൽ ചെയ്യും. The blood of Jesus is going to seal you against all the evil plans of Satan. ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അഥവാ വിധക്കാരന്റെ ഉപമകളെ കുറിച്ചായിരുന്നു തുടർന്നമാനമായി കഴിഞ്ഞ 2 സൺഡേകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. We have been talking about the parable of the sower, and that is what we discussed the past weeks. ആ വിധക്കാരന്റെ ഉപമയെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇത് രാജ്യത്തിന്റെ വചനമാണ്. And so just before he spoke about the parable, Jesus was elaborating them to understand about ഇത് God's kingdom. പ്രസംഗിക്കുന്നവന്റെ വചനമല്ല. It is not the preacher's word. ഈ പള്ളിക്കാരന്റെ വചനമല്ല. It's not the word of the church. ഭാരത് ബൈബിൾ സൊസൈറ്റിക്കാരുടെ വചനമല്ല ഇത്. And neither is the society's word. ഇത് യേശുവിന്റെ വചനമാണ്. But this is the words of Jesus. ഇത് ദൈവരാജ്യത്തിന്റെ വചനമാണ്. It's the words of the kingdom. ദൈവരാജ്യത്തിനകത്തേക്ക് വിളിക്കപ്പെട്ടവർ The one who has been belonging to the kingdom. ഇത് കേൾക്കണം. The invitated one who is supposed to listen. ദൈവരാജ്യത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഈ വചന മുഖാന്തരം നിങ്ങളുടേതായി മാറും. So whatever is been hidden for you in the kingdom is going to be inherited by you by the scripture. എന്റെ പ്രതീക്ഷ അതാണ്. And my hope is the same. വചനം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞതിന്റെ കാര്യം രാജ്യത്തിനകത്ത് സൗഖ്യമുണ്ട്. Why I say that when I preach the scripture there's going to be healing, because healing is there about the kingdom. ഈ രാജ്യത്തിനകത്ത് എന്നെ ഉയർപ്പിക്കുന്ന ശക്തിയുണ്ട്. And in this kingdom we have a resurrected power. ഈ രാജ്യത്തിനകത്ത് പട്ടിണിയില്ല. And in this kingdom there is no starvation. ഈ രാജ്യത്തിനകത്ത് ശാപമില്ല. And in this kingdom there's no curse. ഈ രാജ്യത്തിനകത്ത് ഉള്ളത് ആനന്ദമാത്രേ. And so in this kingdom we all have is ഈ joy. രാജ്യത്തിനകത്തുള്ളത് ആഘോഷമാണ്. And in this kingdom we have ഈ celebration. രാജ്യത്തിനകത്തുള്ളത് ആനന്ദമാണ്. And in this kingdom we have joy. ഈ രാജ്യത്തിനകത്ത് ഇരുട്ടില്ല. And we don't have darkness in this kingdom. കൊളോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ രാജ്യം മാറി. And so Paul says is that we have been taken from the kingdom of darkness and you've been moved into the kingdom of light. രാജ്യം മാറി. You have transferred from one ഇരുളിന്റെ kingdom to അധികാരത്തിൽ another. നിന്ന് ഞാൻ സ്വതന്ത്രനായി. I have been set free from the bondage of the darkness. എന്റെ മേൽ ഇരുട്ടിന്റെ ശക്തിക്ക് ഒരധികാരവും ഇല്ല. Now the darkness have no power on me. വിശ്വസിക്കുന്നു ആമേൻ പറ. You believe, tell an amen. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് രാജ്യത്തിന്റെ വചനമാണ്. Now if you're going to listen to the scripture, please understand it ഈ belongs to kingdom. രാജ്യത്തിനകത്ത് നിങ്ങളെ കയറ്റി ഇരുത്തിയിട്ടാണ് ആമേൻ ഈ വചനം നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Once God has made you sit in this kingdom and then he is just teaching you about his word. അതുകൊണ്ട് യേശുവിൻ ഒന്നാമത്തെ പ്രസംഗത്തിൽ യേശു പറഞ്ഞു, ഹല്ലേലൂയ, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. And that is why in the first beginning Jesus said that God's kingdom is ആകയാൽ near. എന്റെ വചനം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. And so you will have to repent by listening to this word. ആ യേശുവിന്റെ വരവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞതും ഇത് തന്നെയാണ്: എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്. That is why John the Baptist also tell them, hear the word and so you can get repented, and the one who is following me is greater than me. എന്റെ പിന്നാലെ വരുന്നവന് ഒരു രാജ്യമുണ്ട്. And the one who is following John the Baptist, whom he said is Jesus, എന്റെ has a പിന്നാലെ greater kingdom. വരുന്നവനെ നീ വിശ്വസിച്ചാൽ And if you believe in that person, അവന്റെ രാജ്യത്തിനകത്ത് നീ കയറും. you will be able to enter his kingdom. ആ രാജ്യത്തിനകത്ത് നീ കയറി കഴിഞ്ഞാൽ And once you enter his kingdom, ആ രാജ്യം നിന്നെ കൈവിടത്തില്ല. and that kingdom will never let you down. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, And Jesus said, believe in me, ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. and there's not even one day that I'm going to let you down. ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയില്ല. And there's not even one day that I'm going to put you ആ away. രാജ്യത്തിനകത്ത് നിങ്ങൾ കയറിയാൽ ആമേൻ, ആ രാജ്യം നിങ്ങളോട് ആവർത്തിച്ച് സംസാരിക്കുന്നു, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും.
And that kingdom, as you enter, he says, he's going to be there with you till the end of the world. സന്തന വയറുവേദന വരുമ്പോൾ വിട്ടുകളയുമെന്നല്ല, It's not that when you have a stomach ache, he's going to ക്യാൻസർ leave you. വരുമ്പോൾ വിട്ടുകളയുമെന്നല്ല, Either if you have a cancer, he's going to move away. തളർവാദ രോഗങ്ങൾ വരുമ്പോൾ വിട്ടുകളയുമെന്നല്ല, Or if you have any other trouble, he's going to move നിന്റെ you ബാങ്ക് away. ബാലൻസ് സീറോയാകുമ്പോൾ വിട്ടുകളയുമെന്നല്ല, Or he'll just leave you when you have a zero balance. ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. But he has promised till the end of the world, earth, I'm going to be there with you. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ചിട്ട് പറ, യേശു ലോകാവസാനത്തോളം നിന്റെ കൂടെയുണ്ട്. Tell to your neighbor that till the end of the world, Jesus is going to be with me. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ രാജ്യത്തിൻ്റെ വചനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുവെഴുത്ത് ഇപ്പോൾ വായിക്കുകയാണ്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. അവൻ വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, as we've been talking about the parable of the sower, കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ആശയം പാറമേൽ വീണ വിത്തും, one thing that I've understood is the seed which is sowed on the rocky place, വഴിയരികിൽ വീണ വിത്തും, and the seed which is sowed on the way. അതിന്റെ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. We have already discussed about that. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, and today what we're going to be talking about is ഈ വചനം മുള്ളിനിടയിൽ വീണ് കഴിഞ്ഞാൽ what happens if it falls among the thorns. ഞാൻ ആരംഭ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്റെ വിവിധ നിലകളിലുള്ള ചിന്തകളെയാണ്. And the beginning itself I told you that God is showing this as different situations and thoughts that a person നാം may have. കേൾക്കുന്ന വചനം, the scripture that we hear, അതിനെന്ത് സംഭവിക്കാം? what are the possibilities that can happen? മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ അതിന് സംഭവിക്കാം. It can happen as if a seed which is thrown among the thorns. അങ്ങനെ സംഭവിച്ചാൽ നാം കേൾക്കുന്ന വചനം നിഷ്ഫലമായി തീരും. And so what happens is when it happens, so the word that we hear, it does not give its fruit. ആ വചനത്തിന് ഫലമില്ലാതായി തീരും. It doesn't give us the fruit that's supposed to yield. നാം എത്രയോ പ്രാവശ്യം ദൈവവചനം കേൾക്കുന്നു. We are hearing God's word multiple times. 2 നിലകളിൽ ദൈവത്തിന്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. And we do hear it in 2 ways. ഒന്ന്, എഴുതപ്പെട്ട വചനമാകുന്ന ലോഗോസ് കേട്ടുകൊണ്ടിരിക്കുന്നു. We hear the logos, the written scripture. രണ്ടാമതായിട്ട് നാം കേൾക്കുന്നത് രേമ, അപ്പോൾ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശബ്ദമായ ദൈവത്തിന്റെ വാക്കാകുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. We do also hear the rhema, which is also the voice of God. ഈ 2 വിധത്തിൽ കേൾക്കുന്ന വചനം, in these 2 ways, as we hear the scripture, മുള്ളിനിടയിൽ കിടക്കുന്ന വിത്ത് പോലെ ആയി തീർന്നാൽ, if it turns out to be a seed which is thrown among the thorns, മുള്ളിനിടയിൽ കിടക്കുന്ന ഒരു ചെടി പോലെയായി തീർന്നാൽ, and if it grows into a plant which is stuck among the thorns, വചനം പറയുന്നു അതിനകത്തു നിന്ന് ഫലം പുറത്തു വരികയില്ല. and the scripture says in that way it cannot become fruitful. നിങ്ങൾ എല്ലാവരോടും ഒരുപോലെയാണ് ഈ വചനം ഞാൻ സംസാരിക്കുന്നത്. I tell the scripture to each of you the same way. ഈ കൊച്ചു ഹൃദയത്തിനകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ട്. And in my small heart I have place for each of you. ഒരേ പാറ്റേണിലാണ് എല്ലാവരോടും വചനം സംസാരിക്കുന്നത്. And I speak to all of you in the same way I speak to എന്നാൽ others. കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരുന്നു. And as you hear the seed, the scripture, it's going to be growing up. എന്നാൽ ലോകത്തിന്റെ ചിന്ത നിങ്ങളുടെ അകത്ത് ഉത്ഭവിച്ചിട്ട്, when you have the care of this world, the concerns of the world, ധനത്തിന്റെ വഞ്ചന നിങ്ങളുടെ ഉള്ളിൽ ഉത്ഭവിച്ചിട്ട്, and when you have the deceitfulness of the riches in your heart, നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് and the scripture that you've been hearing, വളർന്നു വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ തന്നെ ഉരുവാവുകയാണ്. it comes into a situation where the word, the seed cannot grow up. അതുകൊണ്ട് തന്നെ എന്തു സംഭവിക്കുന്നു? And so what happens at the end? അത് നിഷ്ഫലമായി പോകുന്നു. It turns to be unfruitful. അത് ഫലമില്ലാതായി തീരുന്നു. It turns to be unproductive. ഈ 1 മണിക്കൂർ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പ്രയോജനരഹിതമായി മാറുന്നു. Even though you hear the scripture for an hour, but it turns to be no use. എന്നാൽ കർത്താവ് പറയുന്നു, But what God says, രാജ്യത്തിന്റെ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നത്, but as I'm telling you the kingdom's അത് principles, കേൾവിക്കാരിൽ and it is about to the people 100 who hear മേനിയും it, it is going to be 60 മേനിയും 60, 30 മേനിയും 30, ഫലമുളവാക്കി എടുക്കുവാൻ വേണ്ടിയാണ്
ഇത് ഞാൻ നിങ്ങളോട് നിരന്തരം സംസാരിക്കുന്നത്. I'm telling you this so that you can produce this amount of harvest. എന്നാൽ നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോകത്തിന്റെ ചിന്തയും But the thoughts of the world that comes, പണത്തിന്റെ വഞ്ചനയും നിമിത്തം all the deceitfulness of the riches, ദൈവവചനമാകുന്ന രാജ്യത്തിന്റെ വിത്താകുന്ന ആ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ചെടിക്ക് നിങ്ങളിൽ ഫ്ലറിഷ് ആകുവാൻ സാധിക്കുന്നില്ല. this kingdom's word, the seed which is planted in you, cannot flourish up. നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന വചനത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ട്. The word which God sends to you has always a purpose. നിങ്ങളിലേക്ക് വീഴുന്ന വചനത്തിനകത്തു നിന്ന് ഒരു ചെടി പുറത്തു വരണമെന്ന്, വളരണമെന്ന്, അത് വൃക്ഷമായി തീരണമെന്ന്, അത് നിങ്ങൾക്കൊരു തൃപ്തിയും അനുഗ്രഹവുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God also has a benefit that as it grows, there has an intention it is going to give you lots of fruits. അതിന് സാധിക്കാതെ വരുന്നത് പുറത്തു നിന്ന് വരുന്ന ഏതെങ്കിലും ആഭിചാരങ്ങളോ ഏതെങ്കിലും പൈശാചിക ശക്തിയുടെ സ്വാധീന വലയം നിമിത്തമല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങളിൽ വളർന്നു വരുന്ന ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും നിമിത്തം നിങ്ങളിൽ ആ വിത്തിന്, ആ ദൈവിക ദൗത്യത്തിന് പുറത്തു വരുവാൻ കഴിയാതെ വരുന്നു. The seed which is inside you cannot accomplish its purpose because you have been caught up with the riches and thoughts of the world. എന്നാൽ പരിശുദ്ധാത്മ പറയുകയാണ്, But Holy Spirit says, ആ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, when you understand the truth, ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, when you are able to process the truth, ആ മുൾച്ചെടിയുടെ മേലെ ദൈവത്തിന്റെ തീ ഇറങ്ങും. God's fire is going to be coming upon the thorns, അത് ചാരമായി മാറും. and it would turn into ashes. നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരുന്ന ചെടി അത് വളർന്നൊരു വൃക്ഷമായി തീരണം. And the seed which is sown inside is going to get into a bigger അത് plant. വൃക്ഷമായി തീരുമ്പോൾ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഒഴുകി വരും. As it turns out into a tree, the blessings are going to flow into വചനം you. പറയുന്നു, നന്മയും കരുണയും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. Because goodness and mercy are meant to be for എന്റെ you. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Because my righteous will live by faith. അവന്റെ മുമ്പിൽ വാതിൽ അടയപ്പെടത്തില്ല. And there is no door which is shut before അതുകൊണ്ട് him. ഇസ്രായേൽ ജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരികയില്ല. That is why God promised the Israel people that you would lack nothing. ഈ വചനമാകുന്ന വിത്ത് വളർന്നൊരു ചെടിയായി അത് വൃക്ഷമായി വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ വാലല്ല, നിങ്ങൾ തലയായി മാറും. As this seed grows into a greater plant, you will never become a tail, but you will be the നിങ്ങൾ head. ദേശത്തൊരു അതിശയമായി മാറും. And you would turn into a miracle in the nation. നിങ്ങൾ ദേശത്തൊരു അത്ഭുതമായി മാറും. You would turn into a wonder into the എന്തുകൊണ്ടാണ് country. ദേശത്ത് നിങ്ങൾ ഒരു അത്ഭുതമായി മാറാത്തത്? Why is that you're not turned up ഈ yet? മുൾച്ചെടി നിങ്ങളെ ഞെരുക്കുകയാണ്. Because the thorn is crushing you down. ലോകത്തിന്റെ ചിന്ത നിങ്ങളെ ഞെരുക്കുകയാണ്. The thoughts of this world are choking you up. ഓ സാമൻ, പണത്തിന്റെ വഞ്ചന നിങ്ങളെ ഞെരുക്കുകയാണ്. And all the thoughts of the riches are trying to എന്നാൽ choke ഈ you down. വചനം ഇന്ന് പകൽ നിങ്ങളെ സ്വതന്ത്രമാക്കും. But this word is going to set you free today. ഈ വചനം നിങ്ങളെ സ്വസ്ഥമാക്കും. And this word is going to deliver ഈ you. വചനം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും. This scripture is going to expand your territories. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നവരായി നിങ്ങൾ എഴുന്നേറ്റ് വരും. And you would rise up as a miracle creator. എല്ലാ മുൾച്ചെടികളും ഇന്ന് പകൽ കരിയും. And all those thorns are going to be burned into ashes. എല്ലാ മുൾച്ചെടിയും ഇന്ന് പകൽ കരിഞ്ഞു ഉണങ്ങി പോകും. And all of them are going to be burned and dried up. നിങ്ങളൊരു ജയമായി മാറും. And you would turn into a victorious ആർത്തു person. വിളിച്ചാമേൻ. Shout an amen. ഹല്ലേലൂയ. രണ്ട് പ്രധാനപ്പെട്ട മുൾച്ചെടിയെ കുറിച്ചാണ് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നത്. There are two types of thorns which Holy Spirit wants to remind us. നമ്പർ 1, ലോകത്തിന്റെ ചിന്ത. The first thing is about the thoughts that are being about the നിങ്ങൾ ഒരു world. പക്ഷേ എന്നോട് ചോദിക്കും, ലോകത്തിന്റെ ചിന്തകളില്ലാതെ ജീവിക്കുവാൻ പറ്റുമോ? Now you might be asking me, how can I live in a world without thinking ലോകത്തിന്റെ about it? ചിന്തകളില്ലാതെ ജയകരമായ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ദൈവ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നത്. God has kept you in His kingdom so that you can live outside, while not worrying about the world. ദൈവം പറയുന്ന ആശയത്തോട് നിങ്ങൾക്ക് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാം. Maybe you might not just think, how is this possible? ആ വിയോജിപ്പ് നിങ്ങളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. But this might take you into a greater destruction. എന്നാൽ ദൈവം പറയുന്ന ദൈവത്തിന്റെ ആശയത്തോട് But if you're going to just stick on to what God നിങ്ങൾ says, യോജിക്കാൻ if you're തയ്യാറായാൽ ready to live and abide with it, നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. you would turn into a blessing. യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. In the name of Jesus, let the hearts be opened up. യേശുവിൻ നാമത്തിൽ സ്പിരിച്വൽ റെലം ഓപ്പൺ ആകട്ടെ. In the In the name name of of Jesus. Jesus, let the spiritual realm be opened up. I command in the name of Jesus of Nazareth. I crush every chains in the name of Jesus. യേശുവിൻ നാമത്തിൽ എല്ലാ ചങ്ങലകളെയും ഞാൻ പൊട്ടിക്കുകയാണ്. I just break open all the chains which is there around. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. In Romans chapter 12 verse 2 he says, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ. കർത്താവ് പറയുന്നു, എൻ്റെ വചനം
That means എൻ്റെ ദൗത്യം. Do not confirm to belong to the pattern of this world. So what God says is, as per His ഇതിനകത്തിരിക്കുന്ന vision. എല്ലാവരെ കുറിച്ചും ദൈവത്തിനൊരു മിഷൻ ഉണ്ട്. So God has a greater plan of every one of you here. അത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഇതിനകത്ത് കഥാവ് കൊണ്ടുവന്നിരിക്കുന്നത്. God has brought you in here so that you can become aware of it. അത് തിരിച്ചറിയാത്തവർ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കും. The one who has no idea about it is lost. He's in the dark. അവർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തില്ല. They don't know their aim, so they can't reach their goals. ബ്രദർ, നീ മരിക്കത്തില്ല, ഞാൻ മരിക്കും. Now maybe you will have to come to a point of death. അവര് മരിക്കത്തില്ലേ, So they അവര് also മരിക്കും. might die. Yeah, the other one also will die. എന്നാൽ എന്റെയും അവന്റെയും മരണത്തിന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. But his death and my death has a greater difference. എന്റെ മരണം എന്ന് പറയുന്നത് ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്ന ഗാഡ്സ് മിഷൻ, ദൈവത്തിന്റെ മിഷൻ, ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റിയ ശേഷമായിരിക്കും ഇവിടെ നിന്നും ഞാൻ എന്റെ യേശുവിന്റെ നാട്ടിലേക്ക് പുറപ്പെടുക. The difference is because I have accomplished what God has intended for me, and the other maybe that's what makes a difference here. എന്നാൽ ഈ ദൗത്യം, ഈ ഗാഡ്സ് മിഷൻ തിരിച്ചറിയാത്തവൻ അവനും ജീവിക്കും, അവൻ സന്തോഷിക്കും, അവൻ ആനന്ദിക്കും. ഓൾ റൈറ്റ്, ഹല്ലേലൂയ. പക്ഷെ അവനും മരിക്കും. പക്ഷേ അവന്റെ മേലുള്ള ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ അവൻ ഇവിടം വിട്ടു പോകേണ്ടി വരും. The one who has no idea about the commission on him, so he would just leave away without accomplishing anything. അവനാണോ ജയിച്ചത്, ഞാനാണോ ജയിച്ചത്? Now who has become a winner here? ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് പേര് മൗനമായിരിക്കുന്നു. കാരണം എൻ്റെ ജയത്തെക്കുറിച്ച് പറയുവാൻ നിങ്ങൾ പറഞ്ഞാൽ ഇവൻ ജയിച്ചു പോയാലോ എന്ന് നിനക്കൊരു ചിന്തയുണ്ടാകാം. പക്ഷേ എൻ്റെ ജയത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. But I am much sure about the victory that I own. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ബോധ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. You must have a greater idea about all the plans that God ഈ has for you. ചർച്ചിനകത്ത്, ഈ റാഫ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് വന്നിരിക്കുന്ന ഓരോ മക്കളും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മിഷൻ തിരിച്ചറിയണം. You should know that you have a greater commission which God has for you. നിങ്ങൾ സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചറാകാം, Maybe you are a teacher, നിങ്ങൾ ഒരു ഡ്രൈവറാകാം, might be you are a driver, നിങ്ങളൊരു ബിസിനസ്സുകാരനാകാം, might be you are a business നിങ്ങൾ person, ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന വ്യക്തിയാകാം, might be you are someone who is in മേ a ബി നിങ്ങളൊരു hospital, വീട്ടമ്മയാകാം, or maybe you're a ഒരു housemaker, കുടുംബനാഥനാകാം. or maybe you're a homemaker. എല്ലാ സർക്കിളിലും ദൈവത്തിന് നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു മിഷൻ ഉണ്ട്. But in all the ways, God has always got a mission for you. അവിടെ നിങ്ങൾ ജയാളികളാകണം. And He wants you to be a നിങ്ങൾ winner സുവിശേഷ over there. വേലക്കാരനാകാം. And you might be even evangelist. അവിടെ നിങ്ങൾ ജയാളികളാകണം. But still, you are supposed to be the winner. in it. ഇതാണ് എന്റെ പോയിന്റ്. ഞാൻ തിരുവെഴുത്തിനകത്ത് നിന്ന് കണ്ടുപിടിച്ച ദൈവത്തിന്റെ ആശയമാണ്. അവിടെ നിങ്ങൾ ജയാളികളാകണം. So whatever you have been encountered with, you are assigned with, you'll have ഈ to become victory. റാഫ ചർച്ചിനകത്ത് വരുന്ന ആരും തലകുനിക്കരുത്. And there is no one who is supposed to be put to shame. വചനം who's come പറയുന്നു, here. ശത്രുവിന്റെ മുമ്പിൽ നിന്റെ ശത്രുവിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് വേണ്ടി എന്റെ മേശയെ ഒരുക്കും. I would set a table prepared for you in front of your own enemies. ഹല്ലേലൂയ. അതിന് നീ എന്ത് ചെയ്യണം? ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം പറയണം. And so what are you supposed to do? You will have to praise ഈ God. വചനം in His കേൾക്കുമ്പോൾ scripture. നീ ആമേൻ പറയണം. You'll have to tell an amen as you listen to the word. അപ്പോൾ മുൾച്ചെടികൾ ഓരോന്നും കരിഞ്ഞുണങ്ങാൻ And so തുടങ്ങും. as all the thorns are going to be burned away, ഇവിടെ ഈ ലോകത്തിന് അനുരൂപരാകരുത്. do not live along to the pattern of this world. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അത് പറയുന്നത്? And why do you think Paul says that? ഈ ലോകത്തിന്റെ ഫാഷനുകൾ നീ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല. Is it not that you'll have to stay away from the fashion of this world? ഈ ലോകത്തിലെ ഒന്നും നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല. Or do you just have to live the world without having any ഈ connection to it? ലോകത്തിന് നീ അനുരൂപരാകരുത് എന്ന് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ, When he says that you don't live along the pattern of this world, ഈ ലോകത്തിലെ ഒന്നും നിന്റെ കയ്യിൽ എത്തുമോ എന്ന ഭയം കൊണ്ടല്ല പൗലോസ് അത് പറയുന്നത്. it's not that he is worried or he is concerned about it. ഹല്ലേലൂയ. The passion എന്നൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രാൻസ്ലേഷൻ ആണത്. We have a translation as passion over here. ആ ട്രാൻസ്ലേഷനകത്ത് പറയുന്നു, And it says in it, ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുന്നത്, and so when we say that you don't live according to the pattern of the ലോകത്തിന്റെ ലോകത്തിന്റെ കൾച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. world, because the perspectives of the world is going to be നിങ്ങൾ changed. എന്റെ കൂടെയുണ്ടോ? Are you with me? ലോകത്തിന്റെ കൾച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. The culture and the scripture, a world is going to be എന്നാൽ changed. ദൈവവചനത്തിന്റെ കൾച്ചർ ഒരിക്കലും മാറുന്നില്ല. But God's culture does not change. ഹല്ലേലൂയ. ലോകത്തിന്റെ കൾച്ചർ നിന്റെ ഹൃദയത്തിനകത്ത് കയറി പിടിക്കരുത്. That the world's design is not supposed to catch up into your heart. അങ്ങനെ ലോകത്തിന്റെ കൾച്ചർ നിന്റെ അകത്ത് കയറി പിടിച്ചാൽ, When you have the culture of the world, പരിശുദ്ധാത്മാവിന് നിന്നെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും.
When you are just going to be caught up into the civilization of the world, you may not be able to follow ഓ what Holy നിങ്ങൾക്ക് Spirit tells you. മനസ്സിലാകുന്നോ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ തിരുവെഴുത്തിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? Are you able to follow what I'm trying to tell you from Scripture? ലോകത്തിന്റെ സംസ്കാരം നിന്റെ അകത്ത് കയറരുതെന്ന് പറയുന്നത്, And when we say that you don't get into the culture of the world, ഇന്നത്തെ സഭകളിൽ ഏറ്റവും അധികം കയറുന്നത് ലോകത്തിൽ ആദ്യം വരുന്ന എല്ലാ കൾച്ചറും സഭയ്ക്കകത്തുണ്ട്. when we have all the systems in the world, the similarity happens into the church too. മറ്റാർക്കുടെ മേലും കയറി വരുന്നതിന് മുമ്പേ അത് യേശു വിശ്വസിക്കുന്നവരുടെ മേൽ കയറി വരുന്ന ഒരു പൈശാചികമായ വല്ലാത്തൊരു തന്ത്രമുണ്ട്. There is something which is so deceitful about this world, and so that creeps into the അതുകൊണ്ട് church 100 too. വർഷം ജീവിച്ചിരുന്ന അമ്മച്ചിമാരെ പോലെ ചട്ടയം കൊണ്ടുകൊടുത്ത് വരണമെന്നല്ല എന്റെ ആശയം. I don't tell you that you will have to be old fashioned. ലോകത്തിന്റെ കൾച്ചർ നിന്നെ നിയന്ത്രിച്ചാൽ, Now if you are going to be occupied by the culture of the നീ world, ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് കഴിഞ്ഞു. and that means the world is influencing you. ലോകത്തിന് നീ അനുരൂപപ്പെട്ട് കഴിഞ്ഞാൽ, And when you're being influenced by the അടുത്ത world, ഭാഗത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്തിന് നീ അനുരൂപമാകാതിരുന്നാൽ now if you're someone who is not being influenced by the world, ദൈവത്തിന്റെ നന്മയും God's goodness, ദൈവത്തിന്റെ പ്രസാദവും God's glory, പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് you will be able to understand His perfect will. അത് തിരിച്ചറിയേണ്ടതിനു വേണ്ടിയാണ് നിന്നെ ദൈവരാജ്യത്തിനകത്ത് കർത്താവ് കയറ്റിയത്. God has kept you so that you will be able to understand that. നാട്ടിൽ എവിടെയെങ്കിലും ജീവിക്കുന്ന പ്രവാചകനല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രസാദം അറിയാൻ സാധിക്കുന്നത്. It is not by some prophet that you're going to understand the will of അത് God. നിനക്ക് തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. He is going to reveal it to you. എത്രപേർ ഇന്ന് പകൽ സന്തോഷിക്കുന്നുണ്ട്? How many of you are happy today? മറ്റാർക്കുമല്ല അത് ആമേൻ ആദ്യമേ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നിന്നോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. He is going to reveal it to you first. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം വരുന്നുണ്ടെന്ന് ആദ്യം നിന്നോട് പറയുന്നൊരു പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. There's the Holy Spirit who is going to tell you about your blessings that come to you ആമേൻ. first. നൈജീരിയയിൽ ഇരിക്കുന്ന ആ ദൈവത്തിന് സ്തോത്രം, ആരുമല്ല അത് മനസ്സിലാക്കുന്നത്, അത് നിന്നോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. Holy Spirit will tell you first what He wants to do to you. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ ലോകത്തിന് ചിന്തകളെ വേണ്ടെന്ന് വെക്കണം. If you wanted to hear God's voice, you will have to put aside world thoughts. ലോകത്തിന്റെ ചിന്തകളിൽ നീ സഞ്ചരിക്കരുത്. Do not be occupied with the thoughts of the world. ലോകത്തിന്റെ ചിന്ത എന്താണ് എന്ന് സ്തോത്രം, ലോകത്തിന്റെ ചിന്തയിലൂടെ നീ സഞ്ചരിച്ചാൽ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം, If you're going to be occupied with the content of the world, then you may not be able to understand the perfect നിനക്ക് will. മനസ്സിലാക്കാൻ കഴിയാതെ വരും. You won't be able to process the will of God. നിനക്കത് മനസ്സിലാക്കാൻ സാധിച്ചാലേ ദൈവത്തിന് ആ പദ്ധതിയെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാൻ കഴിയൂ. If you are capable of understanding the will of God, only then God can reveal it to you. വിശ്വസിക്കുന്ന ആമേൻ പറ. Tell an amen. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ലോകത്തിന്റെ കൾച്ചറിൽ നിന്ന് നിന്റെ മേൽ വരുന്ന ഏറ്റവും ഗൗരവമേറിയ ഒന്നാണ് നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ. The perspectives of the world, one important thing which has been occupied by most of us is the anxiety about the tomorrow. ദൈവത്തിന്റെ കൾച്ചറിനകത്ത് നീ കയറിയാൽ, Now if you are belonging to the God's kingdom's culture, നാളെക്കുറിച്ച് നിനക്ക് ഒരു വിചാരവും വരത്തില്ല. you would not be bothering about the tomorrow, what's going to happen. ഹല്ലേലൂയ. കാര്യം ദൈവത്തിന്റെ കൾച്ചറിനകത്ത് നിന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. Because as per God's kingdom, He is telling you that I am the one who is going to be caring for you. യഹോവ ജൈറേ. He is Jehovah Jireh. കൾച്ചർ മാറുന്നത് കൊണ്ടാണ് നാളെക്കുറിച്ച് നീ വെപ്രാളപ്പെടുന്നത്. When you don't have this culture in you, that is where you get ഈ more anxiety. ലോകത്തിന്റെ കൾച്ചറിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ, Now, as you walk according to the pattern of the world, ലോകത്തിന്റെ സംസ്കാരത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ കൾച്ചറിനകത്ത് നിങ്ങൾ കയറുമ്പോൾ, as you are belonging to God's kingdom's culture, ദൈവം നിങ്ങളോട് നിരന്തരം പറയും, God says one thing to you permanently. ഞാൻ നിനക്ക് വേണ്ടി കരുതും. He is there when He cares for you. ഹല്ലേലൂയ. ലോകത്തിന്റെ സംസ്കാരത്തിനകത്ത് നീ പ്രവേശിച്ചാൽ, But when you go according to the pattern of the world, കാരണം ദൈവത്തിന് ഒരു ഒറ്റ ആലോചനയ്ക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകളാണ് പരിശുദ്ധാത്മാവുമായി സംസാരിക്കുന്ന അറിയാമോ? and do you know that just for one single revelation ലോകത്തിന്റെ from God, കൾച്ചറിനകത്ത് കയറിയാൽ, now if you get into the part of the world, ലോകത്തിന്റെ സംസ്കാരം നിന്നോട് പറയും, now the world's perspective tells you, നിനക്കാരുണ്ട്, who is there for you? പോയി ചത്തുകൂടെ,
Now maybe you will have to end your life. നിന്നെ സഹായിക്കാൻ ആരുണ്ട്? Now who is there to help you? ആരെങ്കിലും നിന്നെ സഹായിക്കുമോ? Is there anyone to support you? ഇതാണ് ലോകത്തിന്റെ കൾച്ചർ നിരന്തരം നിന്നോട് സംസാരിക്കും. And this is a question which the world keeps എന്നാൽ asking you. യേശുവിന്റെ സംസ്കാരത്തിനകത്ത് നീ കയറിയാൽ But when you come into Jesus' kingdom, യേശു നിരന്തരം നിന്നോട് പറയും, ഞാൻ നിനക്കുണ്ട് but Jesus keeps telling you that I am there for you. എന്നുവരെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ട്. To what extent? Till the extent to the end of the റാഫ world, He is there for ഗ്ലോബൽ you. വർഷിപ്സ് അകത്തിരിക്കുന്നവരെ ഐ ചാലഞ്ച് യു. I'm going to challenge you one thing. ഞാൻ നിങ്ങളെ ആത്മാവിൽ വെല്ലുവിളിക്കുകയാ. I challenge you in your spirit. നിങ്ങൾ ദൈവത്തിന്റെ സംസ്കാരത്തിനകത്ത് കയറ്. Now get into the culture of this world. There is a Culture of biblical Jesus. culture. നിനക്ക് വേണ്ടി ദൈവവചനത്തിന്റെ സംസ്കാരമുണ്ട്. There is a scripture which has this culture there. ആ സംസ്കാരത്തിനകത്ത് ദൈവം നിന്നോട് പറയും, And as per the scripture, which ആര് God കൈവിട്ടാലും says, ഞാൻ നിന്നെ കൈവിടത്തില്ല. even if anyone leaves you, I'm not going ഓ, to leave you. ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. And if anyone sets you aside, I'll അപ്പൻ still never കൈവിട്ടാലും, leave you. Even if your father, അമ്മ കൈവിട്ടാലും, even if your mother, ചുറ്റുപാടുകൾ കൈവിട്ടാലും, even if the society leaves പിതാവും you, മാതാവ് നിന്നെ കാണാതെ പോയാലും, even if you don't have your parents, നീ യേശുവിനെ അറിഞ്ഞ നിമിത്തം നിന്നെ കാര്യമില്ലാതെ പോയാലും, just because you follow Jesus as Lord for you, ദൈവവചനത്തിന്റെ കൾച്ചർ നിന്നോട് പറയും, but the God scriptures culture says, ഞാൻ നിന്റെ ദൈവമാണ്, but I am your God, ഞാൻ നിന്റെ അപ്പനാണ്. I am your father. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നത് അവനാകയാൽ Because he is the one who cares for you, നിങ്ങളുടെ സകല ചിന്താകുലവും all your anxieties and thoughts, അവന്റെ മേലിട്ടുകൊള്ളുവിൻ. you will have to put it on him. അവൻ യേശുവിന്റെ മേലിട്ടുകൊള്ളുവിൻ. You can cast all your നിങ്ങൾക്ക് anxiety on him. യേശുവുണ്ട്, You have Jesus for you. എനിക്ക് യേശുവുണ്ട്. I have Jesus for me. ഇത് പറയുന്ന ഒറ്റ കൾച്ചറേ ഉള്ളൂ, യേശുവിന്റെ വചനത്തിന്റെ കൾച്ചർ. As per the biblical culture, we have this, ലോകത്തിന്റെ കൾച്ചർ പറയുന്നതിന് കാര്യമില്ല. but the world's perspective says നിന്റെ മുമ്പിൽ differently. മരണമാണ്. He says the world says you have death in വചനത്തിന്റെ front കൾച്ചർ of you, പറയും, മരണമല്ല നിന്റെ മുമ്പിലുള്ളത്, നിന്റെ മുമ്പിലുള്ള ജീവനാണ്. but the Bible tells you that you don't have death, you have life. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷിക്കുവാൻ കഴിയും? How many of you are excited about it? ഹല്ലേലൂയ. വചനത്തിന്റെ കൾച്ചർ പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. But the biblical culture says I am there നീ with you. മരുഭൂമിയിലായാലും ഞാൻ അവിടെ വെച്ച് നിനക്ക് വേണ്ടി നീരുറവകളെ ഒരുക്കും. Even if you are in the desert, I'm going to get you നിർജ്ജന fountain for പ്രദേശത്തോട് you. കൂടി നീ കടന്നുപോയാൽ അവിടെ ഞാൻ നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കും. Even if there's no way, I'll make open a way for you. ഓ ഗെറ്റ് അമേ. സഭ ഇന്ന് പകൽ തയ്യാറാക. The church be ready for it. ഹല്ലേലൂയ. അനാഥരുടെ കൂട്ടമല്ല സഭ എന്ന് പറയുന്നത്. The church is not just an orphan crowd, സഭ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കൂട്ടമാണ്. but the church is a living people. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. You can cast all your anxiety on him because he cares for you. നിങ്ങളുടെ എല്ലാ ചിന്തകളും നിങ്ങളുടെ എല്ലാ ആകുലതകളും വരുമ്പോൾ അവസാനമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, യേശു എന്റെ കൂടെയുണ്ട്. Now when you have all your worries and concerns tormenting you, you can അത് say Jesus നിങ്ങളുടെ is there വായിന്ന് with me. പുറത്തു വന്നാൽ അവൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയത്തില്ല. Because when you say from your mouth Jesus there, he's never going to വിശ്വസിക്കുന്നവർ let you down. ആർത്ത് വിളിച്ചൊരു നല്ല ആമേൻ പറഞ്ഞു. Tell an amen. സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. As you put all your thoughts and anxieties on him, ദൈവവചനത്തിന്റെ കൾച്ചറിനകത്ത് നീ കയറി കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിനകത്ത് നീ വന്നു കഴിഞ്ഞാൽ, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. as you step into the scripture and kingdom's culture, Jesus says, അതുകൊണ്ടാ I'm with you. യേശുവിനെ അറിഞ്ഞ ഒരുത്തനും ചാകാൻ ആഗ്രഹിക്കാത്തത്. And that is why the one who knows Jesus have never decided to end എത്ര their life. പ്രതിസന്ധി വന്നാലും, No matter how many challenges it comes, എത്ര വെല്ലുവിളി വന്നാലും. even if they had to go through toughest times. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എല്ലാം തകർന്നു, There was some days back, someone came into my home and said, ഇനി everything is മുന്നോട്ട് lost. പോകാൻ വഴികളില്ല, The person said, I have no hopes. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. I have no idea of what to do next. ഞങ്ങൾ അവരോട് പറഞ്ഞു, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. But I told them, Jesus is there with you. നമുക്ക് പ്രാർത്ഥിക്കാം. Now let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. He said, I will pray, ദൈവം pray for നിങ്ങൾക്ക് you. വേണ്ടി വഴികളെ ഒരുക്കും. And we said, God would make a way for you. കാരണം അവന്റെ കൾച്ചറിനകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി കരുതും. Because in his culture, he says that I'm going to be concerned and caring ഞാൻ for you. നിന്റെ കൂടെ ഉണ്ട്. Because I am there with you. ഈ വാക്കുകൾ അവരോട് പറഞ്ഞവര് അവൻ മടക്കി വിട്ടു. After telling them all these words, I sent അവർ them away. വിശ്വസിച്ചു, അവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. They believed and they started praying for their lives. ഞങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. We were also praying for them. ആമേ 2 ദിവസം മുമ്പ് വീണ്ടും അവർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. And after a few days, they came back again. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, They said these words at my home എങ്ങനെ back. സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. I have no clue of how it all happened. എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. I have no idea
of how it all പക്ഷേ happened. ഒരു കാര്യം സംഭവിച്ചു. But one thing has happened. ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി. God has concerned വഴികളെ about തുറന്നു. us. God has opened doors for us. മാനിക്കുന്ന ദൈവം The one who exalts അവന്റെ you. കൾച്ചറിനകത്ത് കയറിയാൽ Now if you step into his culture, ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when the world's thoughts are just throwing you away, ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, when the thoughts of this world is making you sick, ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളെ ഭയങ്കര സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ, and all the thoughts of this world is leading you to ദൈവത്തെ exhilaration. കുറിച്ചുള്ള ചിന്തകൾ But God's thoughts, അവന്റെ മിഷൻ നിങ്ങളിൽ പൂർത്തിയാക്കാൻ പാകത്തിന് പരിശുദ്ധാത്മാവിന്റെ ആലോചനകളാൽ അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ തുടങ്ങും. and Holy Spirit is going to fill you with his thought. ഒരുപാട് വർഷങ്ങളായി യേശുവിനെ അറിഞ്ഞിട്ട് Even though it's been so long time that you have ഇന്നും known Jesus, ഞെളിവിരി കൊള്ളുകയാ. and still you have been having കാര്യം trouble. എന്താ? നിന്റെ കൂട്ടുകാരി പറയുന്ന വീണ്ടും ജനിക്കാത്ത നിന്റെ നാട്ടുകാരോ വീട്ടുകാരോ പറയുന്നതാണ് നിനക്ക് വലുത്. Now you're getting influenced by what someone else in the world says. യേശുവിനെ അറിയാത്ത നിന്റെ കൂടെ സഞ്ചരിക്കുന്ന പലരും പല ജേർണലുകളും വായിച്ചിട്ട് ആ ജേർണലിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിന്നോട് സംസാരിക്കുമ്പോൾ, When people who don't have Jesus, they say some things from their own knowledge and ആ perspective. സ്റ്റേറ്റ്മെന്റുകളല്ല നിന്റെ മേൽ സംഭവിക്കുക. Not what they tell you is going to come true. പുറത്തിയാട് ഇന്ന് പകല്. So you will have to step out of that. നിന്റെ ബന്ധങ്ങളെ ഇന്ന് പകൽ പുതിയതാക്കി മാറ്റ്. You will have to renew up all your relationships. നിന്റെ സംസാര ശൈലികൾ മാറ്റ്. You will have to change the way of your speaking. നിന്റെ ചിന്തകളെ You will have to turn away. റോമലേഖനം 12-ാം വചനത്തിൽ പറയുന്നത് സ്തോത്രം ഇപ്രകാരമാണ്: നിന്റെ ചിന്തകളെ മുഴുവൻ നീ റീഫോം ചെയ്യുക. And you will have to reform your thoughts. പരാജയത്തിന്റെ ചിന്തകൾ കൊണ്ട് നിന്നെ ബന്ധിച്ചിരിക്കുന്ന, Maybe all the failure thoughts as it's bonding you. തകർച്ചയുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, When you're being tied up with all the thoughts of destruction, ഈ ലോകത്തിന്റെ സംസ്കാരത്തിനകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരിക. you will have to step out of these worldly thoughts. Come on. റീഫോം ചെയ്യുക. You will have to be reformed inside. ഹല്ലേലൂയ. ഇനി അത് നടക്കത്തില്ല. You will have to change up your ഇനി mind. അത് സംഭവിക്കത്തില്ല. You will have to know that this is not going to ആ happen. ചിന്തകൾക്കകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരിക. You will have to reclaim of what you have been thinking so ഞാൻ far. നിങ്ങളോട് പറയാം, നിങ്ങളൊരു അസാധാരണക്കാരിയാണ്. I tell you that you all are reformers. നിങ്ങളൊരു അസാധാരണക്കാരനായി You are a മാറും. supernatural being. ഈ വചനം എന്നെ റീഫോം ചെയ്തപ്പോൾ, As this word is regenerating me, അസാധാരണമായത് കാണാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ തന്നു. and then I was able to witness greater things in my life. ഹല്ലേലൂയ. ഇല്ലായ്മയുടെ സർക്കിളിനകത്ത് നിന്നിട്ടല്ല പറയുന്നത്, ജയം തരുന്ന ഒരു ദൈവമുണ്ടെന്നായി പറയുന്നത്. I am telling you because I have a God who is ആർത്ത് victorious. വിളിച്ച് ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ, Tell an amen. ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ നിന്റെ ആദ്യ സ്നേഹിതൻ, ആമേൻ, അല്ലെങ്കിൽ നിന്റെ ഏറ്റവും അടുത്ത സ്നേഹിത അഥവാ സ്നേഹിതൻ, ഇവരോടൊക്കെയാണല്ലോ കാര്യം പറയുന്നത്. We tell lots of our secrets to our best friends. വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കണം. But there should be someone who has been born again. ഹല്ലേലൂയ. വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനോട് നിന്റെ ഹൃദയം തുറക്കരുത്. Do not open up your hearts towards someone who does not have God. വർത്താനം പറയരുതെന്നല്ല അതിന്റെ അർത്ഥം. I didn't mean that you should not have any interaction. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കണം. Someone whom you can open up your heart and get advice or best friend, so it should be a അല്ല born again എങ്കിൽ person. തൊടുന്നതെല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞ മുടിഞ്ഞു പോകും. Now if you don't have someone like that, then you may not see progress. ഹല്ലേലൂയ. അതാണ് ഈ റോമാലേഖനം 12-ാം വചനത്തിൽ പറയുന്ന, നിന്റെ ചിന്തകൾ മുഴുവനും നവീകരിക്കപ്പെടണം. And that is what the scripture says, that you'll have to renew up all your thoughts. നിന്റെ ചിന്തകൾ മുഴുവനും ഉണർവിലേക്ക് വരണം. And all your thoughts are supposed to come towards a point. വിശ്വാസത്തിൽ വന്നിട്ടും പലരും എനിക്കറിയാം പഴയ തന്നെ പറയുള്ളൂ. Now people who are still into faith, they still talk about the old ways. ആ പഴയ ദാരിദ്ര്യം തന്നെ, ആ ദാരിദ്ര്യത്തിന്റെ വാക്കുകൾ മാത്രമേ പറയൂ. They would keep telling all those poverty terms which they have ജനം been using മനസ്സിലാക്കപ്പോൾ before. പൗലോസ് പറയുന്നു, ഇല്ലാത്തവയെ. But the scripture, Paul says, something which is not existing, ഇല്ലാത്തവൻ someone who doesn't have something, ഉള്ളവനെ പോലെ but he has to act like as if he has നടക്കണം. everything in him. ഇല്ലാത്തവൻ The one who does not have, ഉള്ളവനെ പോലെ but the one who has, നടക്കണം. is what you're expected to walk. ഞാൻ സൈക്കിളിൽ സുവിശേഷ വേല ആരംഭിച്ച ഒരു കൊച്ചു പാസ്റ്റർ.
I'm a pastor who started my ministry with just a cycle. ഞാൻ പത്തനംതിട്ടയിൽ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, മൈലപ്രയിൽ. As I started my ministry life as a small pastor in Patnamthitta. ഞാൻ വെള്ളിയാഴ്ച ചർച്ചിൽ എൻ്റെ സെമിനാരിൽ ജീവിതം തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയും ഞാൻ സെമിനാരിയിലാണ്. Monday to Friday I've been studying in the seminar. വെള്ളിയാഴ്ച ഞാൻ ആ പ്രവർത്തന സ്ഥലത്ത് പോകും. And then I would go to the ministerial place on ആ ഹാൾ മുഴുവൻ ഞാൻ Friday അടിച്ചു തൂക്കും. and I would clean up the hall. സ്തോത്രം. ആ ഹാളിന്റെ ഉള്ള ജനലിലൂടെ നേരെ നോക്കിയാൽ ഓപ്പോസിറ്റ് ഒരു കൊച്ചു പെട്ടിക്കടയുണ്ട്. And if I look through the window of that hall, there's a small shop. ഞാൻ അതിനകത്ത് 3 ദിവസം താമസിക്കുന്നു. And I would stay in that hall for 3 days. നോ ഫുഡ്. എനിക്ക് അവിടെ ഭക്ഷണമില്ല. I was not having any food over there. എനിക്ക് അവിടെ കോഫിയില്ല, ചായയില്ല. And there was no one who could offer me a coffee or a tea. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ വ്യക്തിയാണുള്ളത്. The church when I have ministered, there was only one individual there. ഒരൊറ്റ വ്യക്തിയാണുള്ളത്. And there was only one believer. ഞാൻ അവിടെ നിന്ന് ഒരു വർഷം ശുശ്രൂഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 40ഓളം പേരാക്കി ദൈവം അതിനെ മാറ്റി. And so when I just left the church, I was made them 1 into 40. ഞാൻ അതിനകത്ത് 3 ദിവസം താമസിക്കുന്നു. As I stayed there for 3 days. എനിക്കവിടെ ആഹാരമില്ല. And there was no food ഞാൻ for me. കഴിച്ചിട്ടില്ല. And I have not asked. എനിക്കവിടെ പച്ചവെള്ളമല്ലാതെ അതിനകത്ത് പഞ്ചസാര ഇട്ട് കലക്കി ഒരു മധുര വെള്ളം പോലും കുടിക്കുവാൻ അടുത്ത 3 ദിവസം എനിക്ക് സാധ്യതകളില്ല. I had no chances of getting anything from out or prepare something and eat. ഞാൻ ശുശ്രൂഷിക്കുന്ന ജനത്തിന് ആർക്കും ഇത് അറിഞ്ഞുകൂടാ. And the people whom I'm ministering had no idea about all of this. ഞാൻ ആരോടും പറയാറില്ല. And I don't tell to anybody else. വെള്ളിയാഴ്ച കിടന്നുറങ്ങി ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ആ പെട്ടിക്കടയിലേക്ക് നോക്കി അവിടെ സോഡ നാരങ്ങ കൊടുക്കാൻ ഞാൻ കാണാറുണ്ട്, ഞാൻ ആഗ്രഹിക്കാറുണ്ട്. And so when I wake up in the morning, I would see the opposite side. They would prepare some juice and give. പക്ഷേ അത് കഴിക്കുവാൻ അന്ന് എനിക്ക് നിവൃത്തിയില്ല. Now even though I like it, I want it, but I had no provinces to get it. എന്നാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. But I believed in Jesus. എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള I know there's a God who can bring changes into my ദൈവ situation. വചന ഭാഗങ്ങളെ ഞാൻ കണ്ടെത്തുവാൻ തുടങ്ങി. I started looking at the scriptures where I can renew up. ഇതേ സാഹചര്യത്തിലൂടെ ഒരുപക്ഷെ പോകുന്ന ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, Now if there is someone who is going through the same situation like me, എന്നെ ഉയർത്തിയൊരു ദൈവം, there's a God who has exalted me, എന്നെ മാനിച്ചൊരു ദൈവം, the God who has honored me. ദൈവമല്ലാതെ ഒരു വഴി നിനക്കില്ലെന്ന് നീ ആദ്യം വിശ്വസിക്കണം. You will have to believe that there is no other way than God for you. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി, ദൈവമല്ലാതെ ഒരു വഴിയില്ല എന്ന് നീ വിശ്വസിച്ച് ഈ ചെയറിനകത്തിരുന്നാൽ, Now if you believe that there is no other way than God in your life, and if you നിന്റെ believe ജീവിതം കീഴ്മേൽ മറിയുന്ന പോലെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. because God is capable of changing your life upside down. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. Because I believe the God that I believe is a God of creator of history. കാരണം അതുകൊണ്ട് ഓരോ ശുശ്രൂഷയും എനിക്കൊരു ആവേശമാണ്. And that is why every time I minister that I'm really thrilled. ഇന്ന് 5 പ്രസംഗം പ്രസംഗിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ, എനിക്ക് അതിനകത്ത് ഒരു മടുപ്പുമില്ല. Even though I have to preach every day, I still never get tired. എന്നെ ഉയർത്തിയ, because the God who exalted ഞങ്ങളെ me, മാനിക്കുന്ന, the one who is honoring me, കൈപിടിച്ച് നടത്തുന്ന, the one who is holding my hand, ആമേൻ, ഹല്ലേലൂയ, ഇതേ ദൈവം, the same God. നിന്റെ ലോകത്തിന്റെ ചിന്തകളെ നീ മാറ്റുവാൻ തയ്യാറായ, if you are ready to take away all the thoughts of the world, ഇല്ലായ്മ ജീവിക്കുന്നവർ ഇല്ലായ്മയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നടക്കരുതേ. instead of telling that I have nothing, ഹല്ലേലൂയ, ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ നടക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. the scripture says the one who has nothing act like as if he has നിങ്ങൾ ഈ everything. വചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകളെ വിശ്വസിക്കുക. Now if you believe in scripture, you can നിങ്ങൾ believe ഒരു the words that I അത്ഭുതമായി say. മാറും. You will turn into a miracle. ഹല്ലേലൂയ. ജീവിക്കാൻ മുന്നോട്ട് വഴികളില്ലാത്തതിനാൽ മരിക്കാൻ തയ്യാറായവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people who have lost hopes of life and they wanted to end പക്ഷേ their life. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, Oh, but when they have understood Jesus, അവർക്കൊരു കാര്യം മനസ്സിലായി. they have understood one thing. യേശു ക്രിസ്തു എന്ന് പറയുന്നത് വെറും ഒരു നാമമല്ല. Jesus is just not a name of a അവൻ person. സകല നാമങ്ങളുടെ മീതെയുള്ള ഏകനാമമാണ്. He is the name above all the names that has been ever created. അത് തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്. The one who has understood this can't be quiet. ഇന്ന് നിനക്ക് സമ്മർദ്ദങ്ങളുണ്ടോ? Now do you have challenges? ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് തിരമാലകളുണ്ടോ? Now do you have lots of ആ waves in your heart? തിരമാലകൾ ഏതാനും നിമിഷങ്ങൾക്കകത്ത് ശാന്തമാകാൻ പോവുകയാണ്. All the waves that are fluttering you are going to be ബ്രദർ calm. വിശ്വസിക്കുക. If you believe it, സിസ്റ്റർ വിശ്വസിക്കുക. you'll have to believe നിങ്ങൾ it. എത്രയധികം ദൂരത്തു നിന്ന് വന്നവരാണോ, ഹല്ലേലൂയ, വന്നതുപോലെ പോകുവാൻ ദൈവം നിങ്ങളെ സമ്മതിക്കുകയില്ല. God is never going
going to send you back the same way you came in. Praise the Lord. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you are believing it? അപ്പോൾ നമ്പർ 1, ലോകത്തിന് ചിന്ത നിന്റെ അകത്ത് കയറരുത്. The first thing is you will have to move away from the influence of the world. ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ട് നിന്നെ നിറയ്ക്കുക. You will have to fill your thoughts with God's words and thoughts. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ട് നിന്നെ നിറയ്ക്കുക. You will have to fill in your mind with God's thoughts. ഒരു പുതിയ തത്വമാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. God is telling us about something in a new way. എല്ലാവരും സമയം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നീ പറഞ്ഞുകൊണ്ട് നടക്കണം, പൊട്ടനെ പോലെ നടക്കും. When someone says it is impossible, you can say it is possible. എല്ലാവരും അസാധ്യമെന്ന് പറയുമ്പോൾ നീ പറഞ്ഞുകൊണ്ട് നടക്കണം, എന്റെ ദൈവത്താൽ സാധ്യമാണ്. When everyone says that it's never going to happen, you can say through my God it എന്റെ is possible. ദൈവത്താൽ. Through my God. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നല്ല ആമേൻ പറ. Tell an amen. ഈ ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. Holy Spirit is taking us into a very important thing. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം Matthew chapter 6. 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്ന് പറയുന്ന മലയിലെ പ്രസംഗമാണ്. We can see that all those Matthew chapter 5, 6 is all about the message which God gives on the mountain. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഉപദേശം വളരെ വ്യത്യസ്തമായ നിലകളിലേക്ക് മാറുകയാണ്. And so after that sermon on the mount, he started telling them in different ways. 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി മനുഷ്യന് മുമ്പിൽ വിളങ്ങുവാൻ നിങ്ങൾ അനുവദിക്കരുത്. And when it comes to chapter 6, he says you don't have to show up your good things to people. രണ്ടാമതായിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും വല്ലതും കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വലംകരം കൊടുക്കുന്നത് ഇടംകരം പോലും അറിയരുത്. And he also tells them if you want to give someone something, do not show it off. മൂന്നാമതായിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് ആരും കാണാതെ രഹസ്യമായി നിങ്ങളെ അറിയുന്ന പിതാവിന്റെ അടുക്കൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. And the third thing he says is when you pray for something, pray it in a secret. അതോട് ചേർത്ത് യേശു കർത്താവ് പറയും, I mean കർത്തൃ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. And he's also teaching people about how are they supposed to pray, the Lord's prayer. Then യേശു പറയും, when you fast, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഏതു വിധത്തിലാണ് നിങ്ങൾ ഉപവസിക്കേണ്ടതെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു വന്ന ശേഷം And he's also teaching them about how are they supposed to do their fasting. ഏറ്റവും ശക്തമേറിയ ഒരു കാര്യം തന്റെ ജനത്തെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. He is teaching them all the noble things which they need to know. അതാണ് 25-ാമത്തെ വാക്യത്തിൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And then he is telling them the 25th verse. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Do not worry about anything. ലോകത്തിന് ഏറ്റവും വലിയ ചിന്തയാണ് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, വല്ലതിനെക്കുറിച്ചും നിങ്ങളെ വിചാരപ്പെടുത്തുക എന്നുള്ളത്. The one thing which the world always does to people is letting you to worry about it. നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, ബ്രദർ, ആമേൻ, വിചാരപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ? Now you may be asking like how can I live in the world without having any concern? ദൈവവചനം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. But the scripture says you don't have to be vexed about ലോകത്തിന്റെ things. തത്വങ്ങളിൽ വിശ്വസിക്കുവാനോ ജീവിക്കുവാനോ അല്ല ദൈവം നമ്മെ ഇതിനകത്ത് വിളിച്ചു കൊണ്ടുവന്നത്. God did not call us so that you could be occupied with thoughts of the world. ദൈവം നമ്മെ ഇതിനകത്ത് കൊണ്ടുവന്നത് God has brought us into the kingdom. ആ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കാനാണ്. That you believe in his scripture. ലോകത്തിന്റെ ചിന്ത നിന്നെക്കുറിച്ച് വിചാരപ്പെടുത്തുക. And so when the world's thought is trying to torment you down, വിശ്വാസത്തിൽ വന്ന ജനത്തെക്കുറിച്ച് എങ്ങനെയെങ്കിലും വിചാരങ്ങളെ കൊണ്ടുവന്ന് അവർ ഉത്കണ്ഠപ്പെടുന്നവരായി മാറുമ്പോൾ, and when people are getting anxiety too much about things that are around them, 25-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, അതുകൊണ്ട്, and that is why he says in the verse 25, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് അതുകൊണ്ട് സഭയ്ക്കകത്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, ആര് പറയുന്നതാണ്? യേശു കർത്താവ് നമ്മുടെ നേരിട്ട് പറയുന്നു. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട്. എന്ത് ഈ അതുകൊണ്ട് എന്ന പദം ഇവിടെ ഉപയോഗിച്ചത്? ഇതിന് മുൻപ് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള യേശുവിന്റെ ഉപദേശമായത്. the scripture starts by saying therefore, so that means all that he's been telling earlier connected to what he's saying now. സൺഡേ സർവീസിൽ വന്ന്, And when you have come to the church, അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ദൂതല്ല ഇത്. it is not just for someone who lives their life on their own. 6-ാം അധ്യായത്തിൽ വിവിധ ആശയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ച ശേഷം After his Holy Spirit has taught many things in chapter 6, ഈ ലോകത്തിന് ചിന്തയുമായിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല ഇതിനകത്ത് ഇരിക്കുന്ന ഒറ്റയാള് പോലും. and so that is why he says none of you here are supposed to be അതുകൊണ്ട് occupied by ഞാൻ the world. നിങ്ങളോട് പറയുന്നു, And that is the reason I tell you, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്ത് തിന്നും
What will I eat? എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. Or what will I drink, and what about my life? എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. Or what will I put on that is related to your body? ഒറ്റ വാക്യത്തിൽ പറഞ്ഞ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത്. So that's the one way to say that you don't have to be worried about yourself. ഹലോ ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത്. Don't have to be worried about yourself. കാര്യം എന്താ? യേശു നിങ്ങളുടെ കൂടെയുണ്ട്. Because Jesus is there with you. നിങ്ങൾക്ക് യേശുവിൽ ഭയങ്കര ആശ്രയം വേണം. You will have to have great trust on Jesus. എനിക്ക് വേണ്ടി എന്തും നൽകി തരുവാൻ എൻ്റെ യേശു കർത്താവിന് കഴിയുമെന്ന ഭയങ്കര ധൈര്യം വേണം നിങ്ങൾക്ക്. You will have a great boldness that Jesus will do everything for me. എൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, He is there to think about my future, എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ, to care about my എൻ്റെ children. ജീവിതം മുഴുവനെയും കരുതുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഭയങ്കര ധൈര്യം നിങ്ങൾക്ക് വേണം. You will have to have a great boldness that He is going to take care of everything in my life. പ്രാർത്ഥിക്കുന്ന പലരെയും എനിക്കറിയാം, ദൈവത്തെ ഒരാശ്രയവുമില്ല. Now I know many people who pray, they don't have any dependence on God. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം. വിശ്വാസം ഉണ്ടെന്ന് പറയും. ഞായറാഴ്ച ഇവിടെ വന്നില്ലെങ്കിൽ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. Sometimes they just come to church just because for giving attendance to the ഇന്ന് church. രാത്രി ഇന്ന് പകല് ബർത്തിമായിയുടെ മേൽ പുതച്ച ആ പുതപ്പിനെ ഇന്ന് പകൽ നിങ്ങൾ എടുത്തു കളയണം. You will have to take away that old blanket that we have been wrapping up around. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. You don't have to think about your own self. നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു യേശു, ഒരു നല്ല പിതാവ് നിങ്ങൾക്കുണ്ട്. You don't have to fret about yourself, but you have Jesus who is going to be caring about you. ഹല്ലേലൂയ. കാര്യമെന്ത്? നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് കയറിയവരാണ്. Because you are a part of God's kingdom. 33-34 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. സ്തോത്രം. നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് കയറിയവരായതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത്. Because when 33 and 34 he says that you belong to God's kingdom. കാരണം ദൈവരാജ്യത്തിനകത്ത് ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ ഒരു രാജാവുണ്ട്. Because as you are a part of the kingdom, we have a king who is there in control of everything. നിങ്ങളെ നോക്കാൻ ഒരു രാജാവുണ്ട്. In his dominion, he is going to be the നിങ്ങളെ provider. കരുതാൻ ഒരു രാജാവുണ്ട്. He is a carer for you. നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാൻ ഒരു രാജാവുണ്ട്. He is a door opener for you. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ പുലർത്താൻ കഴിവുള്ള പ്രാപ്തനായ ഒരു രാജാവ് നിങ്ങൾക്ക് He is sufficient to take care of all your needs there. ആ രാജ്യത്തിനകത്താണ് നിങ്ങൾ കയറിയത്. You are a part of that kingdom. ആ രാജ്യത്തിനകത്ത് നമ്മൾ കയറിയത് വസ്ത്രം കൊണ്ടല്ല കയറിയത്. You have got into the kingdom not because of what you സൗന്ദര്യം കൊണ്ടല്ല കയറിയത്. not that you're so beautiful, പണം കൊണ്ടല്ല കയറിയത്. not that you have lots of ക്വാളിഫിക്കേഷൻ riches, കൊണ്ടല്ല കയറിയത്. not based on your ഞാൻ qualifications. കയറിയത് വീണ്ടും ജനിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. I have entered the kingdom because I've been born again. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ വീണ്ടും ജനിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. I have entered the kingdom because I've been born again into the kingdom. കരങ്ങളെ അടിച്ച് സന്തോഷിച്ചേ, കരങ്ങളെ അടിച്ച് സന്തോഷിച്ചേ. Put your hands together and rejoice in God. Oh hallelujah. ആരെയും കണ്ടുകൊണ്ടല്ല ഞാൻ കയറിയത്. I have just walked into the kingdom ആരുടെ not by anybody സൗകര്യങ്ങൾ else. കണ്ടിട്ടല്ല ഞാൻ കയറിയത്. I have entered into not by any other എന്റെ benefits. പിതാവിന്റെ ആത്മാവ് By my Father's Spirit. എന്നെ വീണ്ടും ജനിപ്പിച്ചിട്ടാണ് ആ രാജ്യത്തിനകത്ത് ഞാൻ കയറിയത്. I have become the part of the kingdom because I've been born again. Hallelujah. Come on. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? How many of you are delighted about it? ആമേ ക്വാളിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കയറത്തില്ലായിരുന്നു. Now if I have qualifications for it, I wouldn't ആമേ be a part of it. സാമ്പത്തിക സിസ്റ്റം ആയിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ഉണ്ടായിരിക്കത്തില്ല. If there's going to be some financial system, I may not be a part കുടുംബ of it. മഹിമയായിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് If ഉണ്ടാകത്തില്ലായിരുന്നു. it's going to be about the family honor, then I ആമേ may not be പേര് a കൊണ്ടോ part of it. പ്രശസ്തി കൊണ്ടോ ആയിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. If it is about popularity or fame, I may not be a part of എന്നാൽ it. യേശു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച ഒരൊറ്റ കാരണത്താൽ ഞാൻ ആ രാജ്യത്തിനകത്തുണ്ട്. But I have entered into the kingdom because I believe Jesus has been crucified for me on the cross. ആർത്ത് വിളിച്ച് ഹല്ലേലൂയ പറ. Tell and hallelujah. ഞാൻ ദൈവരാജ്യത്തിനകത്താ, എനിക്ക് രാജാവുണ്ട്. I have a king who has a kingdom as I belong to. അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചു. And he has made me born again. ആ രാജ്യത്തിനകത്ത് ഞാൻ കയറിയത് കൊണ്ട് As I have a part of this kingdom. ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ എന്റെ മേലുണ്ടായിരിക്കണം. And I have this God's divine nature in me.
ഹാലൽ പൊട്ടച്ചൊല്ലും കളിവാക്കും പറഞ്ഞുകൊണ്ട് നടക്കുവാൻ ആ രാജ്യത്തിനകത്തുള്ളവൻ തയ്യാറാകരുത്. You don't have to keep blabbering about something else as you belong to the kingdom. നിങ്ങൾ കാണുന്ന രാജ്യം പോലെയല്ല രാജ്യം. The world which you see is not the way the kingdom നിങ്ങൾ operates. കണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് പിടിച്ചുപറിയുണ്ട്, കൊലപാതകമുണ്ട്, മോഷ്ടാവുണ്ട്, സകല നാശത്തിന് വഴികളുമുണ്ട്. The world that we live in has all the destructive ways in it. എന്നാൽ ഈ രാജ്യം കാണാനുള്ളതല്ല, ഈ രാജ്യം അനുഭവിക്കാനുള്ളതാണ്. But this kingdom which you are a part of is not just for seeing, ഈ but to രാജ്യം experience it. അനുഭവിക്കാനുള്ളതാണ്. It is for you to experience it. ആ രാജ്യത്തിനകത്ത് രാജാവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. God has brought you in so that you would become a part of his own nature. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകലത്തെ പേർ എൻ്റെ കൂടെയുണ്ട്. How many of you are with ഞാൻ ഈ me? വചനം പറയുമ്പോൾ പ്രമേഹ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. As I am preaching, there's going to be healing as it is happening. ഓ, എത്ര പഴക്കം ചെന്ന രോഗത്തിന് ശക്തികളെയും ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇന്ന് പകൽ എടുത്തു മാറ്റുകയാണ്. No matter how long you have been suffering with sickness, Holy Spirit is taking it away ഹല്ലേലൂയ. from you. പ്രതീക്ഷകളോടെ ആമേൻ വളരെ ദൂരത്തു നിന്ന് പോലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് നിങ്ങളോട് പറയുകയാണ്, യേശു നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. As with lots of hopes, as you are participating in the service, God has taken up all the concerns of yours. ഞാൻ വീണ്ടും ജനിച്ച രാജ്യത്തിനകത്തായിരിക്കുമ്പോൾ ദൈവത്തിന് ദിവ്യ സ്വഭാവത്തിന് ഞാൻ കൂട്ടാളിയാവുകയാണ്. As I am a part of his kingdom, I am also a part of his nature. യേശു എന്നോട് ക്ഷമിച്ചതുപോലെ ക്ഷമ എൻ്റെ മേൽ ഉണ്ടായിരിക്കണം. Just like how Jesus has forgiven me, I do have യേശു forgiveness എന്നെ in me. സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം എനിക്ക് ഉണ്ടായിരിക്കണം. As I am loved, I too have the love nature in me. ആർദ്രതയും ദയയും കരുണയും എനിക്ക് ഉണ്ടായിരിക്കണം. I do have goodness, mercy and all the ആ kindness in me. രാജ്യത്തിനകത്ത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. I am also a partakers of his nature in this kingdom. ആ രാജ്യത്തിനകത്ത് ഞാൻ പാർക്കുമ്പോൾ ഈ രാജാവ് തന്റെ വാഗ്ദത്തങ്ങളെ അവൻ എൻ്റെ മേൽ കൈമാറിയിരിക്കുന്നു. And as I belong to the kingdom, he has given me all his promises too. ആ വാഗ്ദത്തം എന്താ? പ്രശ്നം നിന്നെ തൊടുകയില്ല. And what does the promise says? That no evil shall come your way. പ്രതിസന്ധികളെ നീ ഓവർകം ചെയ്യും. All the challenges you are going to be winning over it. മതിലുകളെ നീ ഇടിച്ചു കളയും. You would distract all the walls. വേലിക്കെട്ടുകളെ നീ പൊളിക്കും. You would trample down all the fences. അന്ധകാര പൈശാചിക കോട്ടകൾ നിന്നെ കാണുമ്പോൾ വിറയ്ക്കുവാൻ തുടങ്ങും. All the evil forts and towers are going to be trembling in front of you. ഞാൻ ഇങ്ങനെ ഒരു ദൈവശബ്ദം കേൾക്കുന്നു ഇന്ന് പകല്. I'm hearing a God's voice. കുടുംബങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന The families which has been അവൻ occupied. ജനത്തെ എതിർത്തുകൊണ്ടിരുന്ന The spirit which is trying to take away the പൈശാചിക families. കോട്ടകൾ ഇന്ന് പകൽ ശിവർ ചെയ്യുകയാണ്. All the evil towers are getting trampled up. Come on, come on, come on. ദുരബല ദുടബല. പ്രശ്നങ്ങളെ കണ്ട് നീയല്ല വിറയ്ക്കുന്നത്. Now you don't have to shudder up by looking at the പ്രശ്നങ്ങളെ problems. കൊണ്ടുവന്ന് കൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ ഇന്ന് പകൽ വിറച്ചുകൊണ്ടിരിക്കുകയാ. All those problems which has been caused by the evil spirit, they are getting റാബാന palpated. റാബാല വൈഡകരഗദനിയ. വിറച്ചുകൊണ്ടിരിക്കുകയാ. All of them are getting trembling. വിറച്ചുകൊണ്ടിരിക്കുകയാ. As they are shivering up, വിറച്ചുകൊണ്ടിരിക്കുകയാ. as they are being palpated, ആത്മാവിൽ പ്രാർത്ഥിച്ചു, pray in your spirit. ആത്മാവിൽ ആരാധിച്ചു. Worship in your spirit. പൈശാചിക ശക്തികൾ വിറയ്ക്കുന്നല്ലോ. All those evil spirits are being shaken നമുക്കെല്ലാവർക്കും വേണ്ടി for all of us. എതിർത്തു നിൽക്കുന്ന ശക്തികൾ ഇന്ന് പകൽ വിറങ്ങലിക്കുകയാണ്. All that evil power which is standing against us are getting shivered up. ഹല്ലേലൂയ. കാര്യമെന്താ? ആ വിധത്തിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് ഈ രാജ്യത്തിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൈമാറിയിരിക്കുന്നത്. And such a way is what God has given all the promises and transferred it to us. ഓ ശബാറബാല ഹന്തനി. അങ്ങനത്തെ വാഗ്ദത്തങ്ങളാണ് കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. Such great noble promises is what God has shared എത്രവർ upon you. വിശ്വസിക്കുന്നു? How many of you are believing it? എത്രവർ വിശ്വസിക്കുന്നു? How many of you believing it? അമ്മ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, Holy Spirit says, നിന്റെ ജീവിതത്തിൽ ഒരു അടയാളം കർത്താവ് ചെയ്യുകയാണ്. God is going to give you a symbol in his life. പ്രശ്നങ്ങൾ നിമിത്തം ജീവിതം കൈവിട്ടു പോകുമോ എന്ന് വിഷമിക്കുന്നതിനകത്തു നിന്ന് As you're worried about all the family concerns and you think your life is going to go away, ദൈവത്തിന്റെ അത്ഭുതം. God's miracle. ആ കൈയൊന്നിങ്ങോ തരുവോ? ദൈവത്തിന്റെ അത്ഭുതം God's miracle.
ഈ മാതാവിന്റെ മേൽ ഇന്ന് പകൽ പകരുകയാണ്. It is going to be given upon you today. യേശുവിൻ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. In the name of Jesus, let all the bondages be broken. അന്ധകാരങ്ങൾ അഴിയട്ടെ ഇന്ന് പകല്. All the darkness be wiped away. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, As I command right now, സൗഖ്യമാവുക. let healing occur. വിടുതലുകൾ നടക്കട്ടെ. Let deliverance happen. വിടുതലുകൾ നടക്കട്ടെ. Let deliverance occur. ഒരത്ഭുതം നടക്കട്ടെ. Let a miracle happen. ഒരത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തില്. In the name of Jesus. നീ എന്തിനാ ഇവിടെ വന്നോ? So what was the reason that you came here? അതിന്ന് പകൽ നടക്കുക. And it is happening right now. ഇന്ന് പകൽ നടക്കുക. This afternoon it is getting fulfilled. എന്തിനാ ഇവിടെ വന്നോ? The reason why you came here. ഇന്ന് പകൽ അത് സംഭവിക്കുകയാണ്. It is getting true. യേശുവെന്ന് വിളിച്ചു അമ്മ, യേശുവെന്ന് വിളിച്ചു. Call Jesus. ദൈവരാജ്യത്തിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. In God's kingdom, you are living or abiding ആരോ by പറഞ്ഞ His promises. പഴഞ്ചൻ വാക്കിനകത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. You are surviving not by some ആർത്ത് other വിളിച്ച് ആമേൻ പറ. words. ആരെങ്കിലും പറഞ്ഞ പഴഞ്ചൻ ശാപവാക്കുകൾക്കകത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. I am not living just by someone else's പലരും പറഞ്ഞു words. പണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ആ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ, പോകാൻ പറ. ഇതാ പുതിയൊരു വാർത്ത നിങ്ങളോട് ഞാൻ പറയുകയാണ്. I am giving you a new word which is going to help you sustain. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. You are living by His words. by ഇന്ന് His പകൽ promises. എല്ലാ നിഗൂഢമായ വഴികളെയും ദൈവം നേരെയാക്കാൻ പോവുകയാണ്. All the crooked ways, God is letting it straight. ആമേൻ. ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ കയറിയത് നിമിത്തം എല്ലാം വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികൾ, സ്തോത്രം ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ സ്ട്രെയിറ്റ് ആക്കാൻ പോവുകയാണ്. God is just straightening up all those crooked ways that you have been walking through. മാത്രമല്ല, നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് കയറിയത് കൊണ്ട് ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവൻ മീറ്റ് ചെയ്യുന്ന ദൈവമാണ്. As you are a part of His kingdom, He is going to provide for all your needs. ഒരാവശ്യവും മുടങ്ങത്തില്ല. Not all your requirements will be left വിളിച്ചു പറഞ്ഞ unfulfilled. ദൈവരാജ്യത്തിനകത്തായതുകൊണ്ട്, As I am part of His kingdom, പറയ സഹോദരങ്ങൾ, ഞാൻ ദൈവരാജ്യത്തിനകത്തായതുകൊണ്ട് as I belong to God's kingdom, ഒരാവശ്യവും മുടങ്ങത്തില്ല. none of my requirements will be left. ഒരാവശ്യവും മുടങ്ങത്തില്ല. None of my requirements will be left. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ദൈവരാജ്യത്തിനകത്താ. As I am in the part of God's kingdom. ഓ ഹല്ലേലൂയ. Hallelujah. ഒരാവശ്യവും മുടങ്ങത്തില്ല. I have nothing that I'll be നീ ഇങ്ങനെ lacking. വിശ്വസിച്ചും നീ ഇങ്ങനെ പ്രാർത്ഥിച്ചും നീ ഇങ്ങനെ ആഗ്രഹിച്ചും ഇരിക്കുമ്പോഴായിരിക്കും അവിടുന്നും ഇവിടുന്നുമൊക്കെ സൂത്രവഴികളുമായിട്ട് പിശാച് ആരെയെങ്കിലും ഒക്കെ ഏൽപ്പിച്ച് അവിടെ പോയ ഭയങ്കരമാകട്ടോ, ഇവിടെ പോയാൽ ഓമേൻ ഒത്തിരി പേര് അങ്ങനെ ആയി ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പോകാൻ പറ പാഴ്വാക്കുകളോട്. ഇന്ന് പകൽ പുറത്തു പോകാൻ പറ. നിന്റെ മുമ്പിലുള്ള ക്രൂക്കഡ് വഴികളെ എന്റെ യേശു സ്ട്രെയിറ്റ് ആക്കാൻ പോകുന്ന പകലായത്. When you are believing in Him, there might be many ways that Satan tries to deceive you. But as you believe in Him, He is going to empower you. ഭയങ്കരമായ ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. I can see the God's power manifesting ഇന്ന് here. പകല് The anointing is being ignited up here. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ലോകത്തിന്റെ ചിന്തകളാണ് നിങ്ങളെ വിചാരപ്പെടുത്തുക എന്ന് പറയുന്നത്. What is that causes you more anxiety is about the thoughts of the world. എന്നാൽ കർത്താവ് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. But God says, look at the birds on the sky. വയലിലെ ലില്ലിയെ നോക്ക്. Look at the lilies on the field. ഇവയെ ഇത്ര മനോഹരമായിട്ട് ഞാൻ നടത്തുന്നുവെങ്കിൽ അവരാരും എൻ്റെ രാജ്യത്തിനകത്തല്ല, അവർക്കാർക്കും രാജാവുമില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിനകത്ത്, നിങ്ങൾക്ക് ഞാൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടുണ്ട്. Even though they are not a part of the kingdom and neither they have a king, but you are a part of the kingdom and you have a king. ഓ, നിങ്ങളെ എത്ര ശ്രേഷ്ഠമായി ഞാൻ നടത്തും. So how much more greater that I would lead you. നിങ്ങളെ ഞാൻ എത്രയധികമായി ഓണർ ചെയ്യും. And how much more will I honor you. നിങ്ങളെ എത്രയധികമായി ഞാൻ പരിപാലിക്കും. And how much more will I be providing എന്നിട്ട് for കർത്താവ് you. പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നാമതായി ദൈവരാജ്യം. And that is why He says, seek first His ഹല്ലേലൂയ. kingdom. ഒന്നാമതായി ദൈവരാജ്യം. You will have to give this kingdom the അതിന്റെ priority. 32ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 32ാമത്തെ വാക്യം വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി ദൈവരാജ്യം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. And then He says in the verse 32 ഏത്? that other ഹല്ലേലൂയ. people, Gentiles, നിങ്ങൾക്കായുള്ള കാര്യങ്ങളെ കുറിച്ച് ആമേൻ ദൈവത്തിന് സ്തോത്രം അന്വേഷിക്കണ്ട എന്ന് ഇവിടെ പറയുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അങ്ങനെ വിചാരപ്പെടുന്ന ആരെന്നറിയാമോ? ദൈവത്തെ അറിയാത്തവർ, ജീവനുള്ള ദൈവത്തെ അഥവാ വീണ്ടും ജനിക്കാത്തവരാണ് അത് അന്വേഷിക്കുന്നത്. when the scripture tells us, do not be worried about all of this, but then why is someone seeking about it? The one who is not born again goes after all these things. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, But your heavenly Father,
ഹല്ലേലൂയ. അതിനെ അപ്പാമൻ യേശു ഇങ്ങനെയാ പറഞ്ഞതെങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. But Paul says very clearly that my Father who is in heaven, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം He's എൻ്റെ ദൈവമോ. he would repay me for നാട്ടുകാരന്റെ ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്, എൻ്റെ ദൈവത്തെയാ. I am serving my own God, ജീവനുള്ള ദൈവത്തെ. the living God. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് Your heavenly Father, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് he knows that you all need all these things, അറിയുന്നുവല്ലോ. as he is aware of your നിങ്ങൾ ഇന്ന് requirements. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയത്തിലും സ്തോത്രം, ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ദൈവം അതറിയുന്നു. There is no need of a prayer of many things that you've been praying for, because God is already aware of it. ദൈവം അതറിയുമ്പോൾ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. As God was having a knowledge about what you're praying for നിങ്ങൾ already. അറിയേണ്ടത് ഞാൻ ദൈവരാജ്യത്തിനകത്താ. But what is something that you should be knowing is you are part of നമ്മളത് His kingdom. അറിയാത്തത് കൊണ്ടാണ് വേറെ പലതും കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Now since I am not aware of it, I am ignoring the truth. ഇത് and I keep telling സ്വർഗസ്ഥനായ something else. പിതാവിന് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. As my Father is completely aware that you need all these, ഈ അറിവെന്ന് പറഞ്ഞ ഹെഡ് നോളജ് അല്ല. the knowledge that we are talking is not about how you അണ്ടർസ്റ്റാൻഡിങ്. pray. ദൈവത്തിന് നിങ്ങൾക്ക് എന്താവശ്യമെന്ന് നല്ല തിരിച്ചറിവുണ്ട്. God can completely his foreknowledge that he knows what you need. ചേർന്ന് കഥാവിനെ സ്തോത്രം ചെയ്യ. അടുത്ത വാക്യം. The next verse. മുമ്പേ അവന്റെ രാജ്യവും നീതിയും. അന്വേഷിപ്പിൻ. മുമ്പേ ഏത് ഈ അലകുലത്ത് പ്രാർത്ഥനയിലേക്ക് പോകാമേൻ, നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം, അവന്റെ രാജ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. As you are thinking about all of these, before that you will have to give priority to his kingdom. ഹല്ലേലൂയ. അതോട് കൂടെ And along with that, അതോട് കൂടെ as a part of that, നിങ്ങൾക്ക് for you, ഇതൊക്കെയും it will be all നിങ്ങൾക്ക് കിട്ടും. added to you. ഹല്ലേലൂയ. പലർക്കും ഞാൻ പറഞ്ഞു വന്നതാണ്, ദൈവത്തെ ഒരു ആശ്രയമില്ല. Now most of the time people don't have the trust on God. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ വലുതായിട്ട് നിന്റെ ഒരു ആക്ടിവിറ്റീസിനെ നീ കാണരുത്. You don't have to give importance to any activity of yours more than God. പ്രത്യേകിച്ച് പുതിയതായി വരുന്ന വിശ്വാസത്തിലേക്ക് വരുന്നവരോടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. I'm telling this for all the new believers too. നിങ്ങൾ ദൈവത്തെക്കാൾ വലുതായി നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാണരുത്. You do not give more importance to God than ദൈവമേ, God. നിങ്ങൾ അത് ചെയ്താലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പിശാച് നിങ്ങളെ ഒരു വ്യർത്ഥ ചിന്ത ചിന്തിപ്പിക്കും. But maybe the Satan deceives you by telling you will have to do that, only then you can manage. നമ്മുടെ ദൈവത്തെ നമുക്ക് ഈ വലിയ ആശ്രയോ ദൈവോ പിന്നെ അത്രേ ഉള്ളൂ. പിന്നത്തെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത്. So when we are supposed to give importance to God, even നീ today at this point ദൈവത്തെ now, വിശ്വസിക്കണം. you will have to have your trust kept on God. ഹല്ലേലൂയ. നീ ദൈവത്തെ ആശ്രയിക്കണം. You will have to have your complete dependence ഞായറാഴ്ച on God. വന്നു പോകുന്ന എനിക്ക് വലിയ സന്തോഷം. നീ വന്നിട്ട് എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമാണ് കേട്ടോ. Now if you, it's not just that you come to church and so I'm really happy about പക്ഷെ it, നിന്റെ ആശ്രയം നിനക്കുള്ള ഒന്നിലും ആകരുത്. but your dependence or your trust is not on something that you ലോകത്തിന്റെ possess. ചിന്ത നിന്റെ അകത്ത് കയറിയാൽ Now when you have the thoughts of the world which is occupying നിനക്ക് you, ഹല്ലേലൂയ ഈ ദൈവത്തെക്കാൾ വലുത് നീ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്ന വരമൻ സകലത്തെയോ ഒരൊറ്റ സെക്കൻഡ് മതി എല്ലാം തീരാൻ. you might be gathering up or you might be counting up that I have many things, but it was not really worth. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 21. നിങ്ങളുടെ ഹൃദയം Your heart, അതിഭക്ഷണത്താലും നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും. ചിലർക്കാണ് സഭായോഗത്തിന് വരാൻ സമയം തികയുന്നില്ല. കാര്യം എന്താ അറിയാവോ? ബീഫ്, ചിക്കൻ, അവിയല്, സാമ്പാർ, രസം തീരുന്നില്ല. sometimes people get delayed to come to church because they have to prepare a lot. 10 മണി ആയെന്നൊന്നും അറിയുന്നില്ല പാസ്റ്ററെ. Time goes by as they give more importance to food. അതിഭക്ഷണത്താലും. Now when you're going to fill up your heart with lots of things, ഒരെണ്ണം കഴിച്ചാലും ചത്തൊന്നും പോകത്തില്ല. നിന്റെ ദൈവത്തിന് നീ ഏറെ പ്രാധാന്യം കൊടുക്കണം. but you will have to give importance to God more than what you eat. ഹല്ലേലൂയ. വേറെ എവിടെ പോകണം എന്ന് പറഞ്ഞ സമയത്തിന് മുമ്പേ സ്തോത്രം സ്കാൻ ചെയ്യാൻ വിളിച്ചാൽ പോലും നേരത്തെ പോയിരിക്കും.
Even if you had to go for a scanning, then you will try to go as early as you can. എല്ലാവരുടെയും ആത്മാവ് ശിംശോന്റെ മേലുള്ള ആത്മാവ് പോലെ കേട്ടോ, വന്നും പോയി ഇരിക്കുക. എവിടെയും നേരത്തെ പോകും. To many places we make sure that we reach before time. പക്ഷേ But അതിഭക്ഷണത്താൽ, ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം മാത്രമല്ല, ഇന്നലെ കഴിച്ചതിന്റെ ക്ഷീണം കൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേക്കാത്തവരുണ്ട്. and even sometimes people can't wake up the Sunday morning because they had heavy food the previous night. വാക്യം കൂടെ കേൾക്കണേ, ചെവി തുറന്ന് കേട്ടോണേ. You will have to listen to me. നിങ്ങളുടെ ഹൃദയം, Your hearts, ഈ പാമേൻ ലോകത്തിന്റെ ചിന്തകൾ, അത് ഈ മുള്ള്. it is a thorn that is a thorn. ദൈവം പറഞ്ഞത് കേൾക്കാമേ. ദൈവം നിന്റെ ഹൃദയത്തിൽ ഇട്ട വിത്ത് ചെടിയായി വൃക്ഷമായി വരാത്തതിന്റെ കാരണം മുൾച്ചെടി ഏതാ? അതിഭക്ഷണം. And what is the thorn which is just choking you up is because of these over things concerned in your food. കാലൊന്നും അടങ്ങുന്നില്ല, മുട്ടിയിരിക്കാൻ പറ്റുന്നില്ല. അതിഭക്ഷണത്താൽ. Now when you have just eaten too much, അടുത്തത് മദ്യപാനത്താൽ. and even also when you have been fully drunk. അതിനെക്കുറിച്ച് ഇവിടെ പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. But we don't have to talk about it in the church, I guess. സ്തോത്രം, കൊണ്ട് വിടുവാ. അടുത്തത് ഉപജീവന ചിന്തകളാൽ. And also about the worries of their life. ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമ്പോഴാ ഫോണ് ഓഫ് ആക്കിയിട്ട് അവിടെ ഇരിക്കുന്നു. Sometimes people just spend lots of time on their mobile phones ഹല്ലേലൂയ. in the church. തിങ്കൾ മുതൽ ശനി വരെ ചിലർക്ക് ജോലിയില്ല. Now Monday to Saturday the person has no work. ചിലർക്ക് ഞായറാഴ്ച. But on Sunday, എൻ്റെ പാസ്റ്ററെ തിങ്കൾ മുതൽ ശനി വരെ ജോലിക്ക് വേണ്ട കാര്യമുണ്ടോ? ഞായറാഴ്ച ഒറ്റ പോക്കിന്. but on one single day on Sunday, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനുള്ള മറുപടി തിരുവെടുത്ത് പറയുവാൻ പോവാ. and the scripture gives us an answer for that. എന്തുവാ? അതിഭക്ഷണം, and when മദ്യപാനം, you are eating too much or when you're drunk, പിന്നെ എന്താ? ഉപജീവന ചിന്തയാൽ when you have been occupied with cares of your ജീവിക്കാൻ വേണ്ടി life, വെപ്രാളവാ. and they think like, okay, I have to do so much on that day. വിശുദ്ധി ആരാധന ദിവസത്തിൽ നീ ഒരു കാര്യത്തിലും ഇടപെടരുത്. You do not have to interfere with anything on that Sunday day. ഈ ഉപജീവന ചിന്തയും ഇങ്ങനെ ചിന്തിച്ച് ആകെ കുഴഞ്ഞു കിടക്കുക. Now people are sometimes overthinking and they've been എന്നാൽ lost. അടുത്ത വചനം പറയും, നിങ്ങൾക്ക് പെട്ടെന്ന്. But the next verse says, but one day, നിങ്ങൾക്ക് പെട്ടെന്ന് വിസ വരുമെന്നല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ എന്നാണോ വരാതിരിപ്പാൻ സഭയിൽ വരുന്ന എല്ലാവരും സൂക്ഷിച്ചു കൊള്ളുക. so that you will not fall into a trap on one fine day. So you'll have to be watch over കെണി വരുന്ന yourself. കാര്യം മനസ്സിലായോ? Do you understand how ഈ you can get trapped? ലോകത്തിന് ചിന്തകൾ നിമിത്തം, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകളാൽ നിങ്ങൾക്ക് എന്തു വരും? ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉറപ്പ് നിനക്ക് കെണി വരും. When you've been occupied with thoughts and drunkenness and cares of your life, then anyway it can get you കെണിയെ trapped. കുറിച്ച് വിശദീകരിക്കണോ? എലിപ്പെട്ടി ഓർത്താ മതി. And if you want to know, understand the trap, then you can think of how you can catch a പുള്ളി mouse. വീട്ടിൽ പറയാതെ രാത്രിക്ക് അമ്മയും വരുന്നത്. Maybe the mouse does not tell us that I'm coming to your home. വന്നു കഴിയുമ്പോൾ അച്ചാച്ചൻ വന്ന കെണിക്കകത്ത് കയറുന്നത്. And when he comes into the house, he is known that he is trapped. വീട്ടുകാര് പോലും അറിഞ്ഞില്ല ശവടക്കം നടന്നത്. And even the other members doesn't know that he's been trapped. ഹല്ലേലൂയ. അതുപോലെയുള്ള കെണി ദൈവജനത്തിനു വരാതിരിക്കാൻ And so such a trap may come upon the people of the Lord. ഇന്ന് and to പകൽ avoid പറഞ്ഞു that. തരികയാ. And that is why to step away from it, I'm നിങ്ങൾക്ക് telling എന്നോട് you how. വിഷമം തോന്നിയാൽ ഞാൻ സുവിശേഷകന്റെ ദൗത്യമാ ചെയ്യുന്നത്. But I'm telling you the truth. ഞാനൊരു ഇടയ ശുശ്രൂഷയാ ചെയ്യുന്നത്. As I'm telling you the കെണി ministry, പോലെ വേഗത്തിൽ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. now to stay away or aware of all the trap, you have അടുത്ത to be വാക്യം വായിച്ചു. careful. The next verse says, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. and it can come upon anyone who എന്റെ lives on the ഭാര്യ face of the ഭയങ്കരമായി earth. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല, ഏവർക്കും വരുമെന്ന് എഴുതിയിരിക്കുന്നത്. Now you may think like, okay, my wife prays well. സർവഭൂതലത്തിലുമുള്ള, To whoever lives on നീ this entire world, ചന്ദ്രനിലല്ലോ ഭൂമിയിലല്ല ജീവിക്കുന്നത്, you're not living on any other planet, but you're living മറ്റേതെങ്കിലും on earth. ഗോളത്തിലല്ലല്ലോ ജീവിക്കുന്നത്, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആമേൻ സ്തോത്രം തന്നെത്താൻ സൂക്ഷിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇത് ഈ കണി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു ജാഗ്രതയായിട്ട് അറിയിക്കുകയാണ്. Holy Spirit is reminding us and cautioning us that if you are not aware, you can be caught up into the trap. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. അടുത്ത വാക്യം, As it comes upon anyone who is on the earth. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും.
And so therefore, if you want to be counted worthy to escape of all these മനുഷ്യപുത്രന്റെ things, മുമ്പിൽ നിൽപ്പാനും and to stand before the Son of Man, നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് now if you have to be counted worthy, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കാനായി പറഞ്ഞത്. you will have to watch and pray always. ഈ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? പ്രസംഗിക്കും എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര ബഹളം വെക്കണമെന്നല്ല, ബാലൻസ് ചെയ്ത് ജീവിക്കണം. So what does it mean by the word here, watch and pray? It does mean like you need to എന്തിനോട് ബാലൻസ് ചെയ്ത് ജീവിക്കണം? ദൈവവചനത്തോടും പ്രാർത്ഥനയോടും ആരാധനയോടും വിശുദ്ധ ജീവിതത്തോടും ഒക്കെ ബാലൻസ് ചെയ്ത് ജീവിക്കണം. കാര്യമെന്താ? എൻ്റെ യേശു ക്രിസ്തു ഏതു സമയത്തും തന്റെ സഭയെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ പ്രത്യക്ഷപ്പെടും. You will have to equilibrize everything that is a prayer life and spiritual life, because anytime God may appear. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ സമയത്തും നിങ്ങൾ ബാലൻസ് ഉള്ളവരായിരിക്കണം. So that is why you will have to have a proper equilibrium about all of പ്രാർത്ഥനാ this. ജീവിതമുള്ളവരായിരിക്കണം. You should know that you will have a time of prayer. അങ്ങനെ നിങ്ങൾ നിന്നാൽ, And if you are able to maintain a life like that, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തിനകത്ത് സഭയോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുന്ന ചില തിരുവെഴുത്തുകൾ വായിക്കുകയാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. Revelation chapter 3 verse 14 onwards. ലവദോക്കിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. To the angel of the church in Laodicea, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. I know your deeds. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനുമല്ല. You are neither cold nor hot. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. If you ഏതെങ്കിലും were ഒരു either one or the other, it would have been better. ഒന്നെങ്കിൽ ചൂടുള്ളവനാകണം, Or either you could be cold or not hot. എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ചൂടാകുന്ന കാര്യമല്ല പറയുന്നത്. ആത്മീക ജീവിതത്തിൽ നിനക്കൊരു ഉത്സാഹം വേണം. And so that means you will have to have an excitement in the spiritual life. ഒന്നെങ്കിൽ ഉഷ്ണവാനാകണം, അല്ലെങ്കിൽ മഞ്ഞ് വീണ പോലെ ഇരിക്കണം. Either you will have to be hot or cold. ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രാർത്ഥനയ്ക്കുണ്ടോ? ഉണ്ട്. And sometimes we are neither this. യോഗത്തിനുണ്ടോ? ഉണ്ട്. You will be on both. പാട്ടറിയാവോ? അറിയാം. Do you know the song? Yes. അത്യാവശ്യം അവിടെ ഇവിടെ വചനം മുഴുവൻ അറിയത്തില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പറയാൻ അറിയാം. But from somewhere they could just say something. എടാ കുഞ്ഞെ, അങ്ങനെ ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. God did not call you so that you will be on both the sides. നീ ഇന്ന് പകൽ നീ ഉഷ്ണവാനായിരിക്കണം. This time, this afternoon, you have to become എന്നാണോ? hotter. നീ ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനുമല്ല. Now if you are not neither cold nor hot. ഇതിലേതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. And God says, I wish you were either one. അടുത്ത വചനം പറയുകയാ. The next source is, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. മതി. നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണു കളയും. I would about to spit out you from my mouth. എന്തോ ഇതിന്റെ അർത്ഥം? എന്റെ വായിൽ നിന്ന് ഞാൻ നിങ്ങളെ നീക്കിക്കളയും. So what does he say? Is that I would just take you out from ഈ my mouth. രണ്ടിന്റെയും ഇടയില് Now if you are in either both of this. മരിച്ചാൽ അങ്ങ് പുത്തൻകുരി സെമിത്തേരി കിട്ടണം, പിള്ളേരുണ്ടായി ഡെഡിക്കേറ്റ് ചെയ്യണം. Now if I have to die, I need to have a cemetery. കല്യാണം വന്നാൽ നടത്തണം. If I have to get married, I need someone to assist. വേറെ ഒരു കാര്യത്തിലും ഇല്ല. But then I don't need them for anything else. സ്തോത്രം. നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണു കളയും. And so God says, if that is how, then maybe he'll just spit you എന്തോ out. കർത്താവിന്റെ വായി തിരുവെഴുത്താ. And so what is his mouth? It is about his word. ഈ വചനത്തിൽ നിന്ന് നിന്നെ ഞാൻ എടുത്ത് ദൂരെ കളയുമെന്ന്. So this scripture, he is just going to throw you out അഥവാ of ഈ it. വചനം നിന്നെ ന്യായം വിധിക്കും. And this scripture is going to give you the ഈ judgment. വചനപ്രകാരം നിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നായി പറഞ്ഞു വരുന്നത്. And this word is what is going to judge എന്റെ you. വായിൽ നിന്ന് നിന്നെ ഉമിണ്ണ് കളയാതിരിക്കാൻ, സ്തോത്രം പ്രിയപ്പെട്ടവരെ, ഈ വചനപ്രകാരം ന്യായവിധി നിന്റെ മേൽ വരാതിരിപ്പാൻ, ഈ വചനപ്രകാരം ദൈവത്തിന്റെ വാൾ നിന്റെ മേൽ വരാതിരിപ്പാൻ ഇന്ന് പകൽ നീ എന്ത് ചെയ്യണം? If you don't want to put yourself under the judgment by this word, what am I supposed to do? എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ പ്രസംഗം നല്ല രസമാണ്. Everyone gets thrilled when we talk about blessings. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ജീവിതത്തെ തൊടുമ്പോൾ, But when I say something about your life, മറഞ്ഞിരിക്കുന്ന പിശാച് നിന്റെ ശരീരത്തിലൂടെ വചനത്തോട് എതിർക്കും.
Now the spirit which is behind you might always try to send എന്റെ a resist. വായിൽ നിന്ന് എന്റെ തിരുവെഴുത്തിനകത്തു നിന്ന് നിന്നെ ഞാൻ എടുത്ത് ദൂരെ കളയും. From my mouth, from my scripture, I would just throw you away. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ എന്ത് ചെയ്യണം? And so what are you supposed to do? അടുത്ത വാക്യം വായിക്കുന്നു. The next verse says, ഞാൻ ധനവാൻ I am സമ്പന്നനായിരിക്കുന്നു, I have acquired wealth. എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് I don't need നീ anything. നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും But we don't realize that we are wretched. നഗ്നനും എന്നറിയാതിരിക്കയാൽ. But we don't realize that you are wretched, pitiful, poor, blind and naked. നിന്റെ ഇത്രയേ ഉള്ളൂ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ നിലവാരം എന്താണെന്ന് പോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ ചിന്തകളാൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുകയാ. So what happens is you are just being blind by all the thoughts of the world that you don't realize അടുത്ത how വാക്യം you അടുത്ത are. വാക്യം The next verse, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും സമ്പന്നനാകേണ്ടുന്നതിന്. so in order to become rich, ഹലോ, ഈ പറഞ്ഞ അവസ്ഥകളിൽപ്പെട്ട് തകർന്നു പോകാതിരിക്കാൻ നിങ്ങൾ യേശു ക്രിസ്തുവിൽ സമ്പന്നരാകണം. now in order not to be occupied or caught up with all these things, you should യേശു become rich in ക്രിസ്തുവിൽ Jesus. നിങ്ങൾ എങ്ങനെ സമ്പന്നരാകും? can I ഊതി become- കഴിച്ച പൊന്ന്. How can I become rich in Jesus if I എന്താണ് ഈ ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുന്നത്? what do we say this refined gold? ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന രൂപാന്തരങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറയുന്നത്. So what do we say by this gold which has been refined? That's because it changes. യേശുവേ, ഞാൻ ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനുമല്ലാതെ ദൈവരാജ്യത്തിനൊരു ഗുണമില്ലാതെ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ കർത്താവേ എന്നെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. Now you might be a person who is of no use for the kingdom, but God says that you can give him. നീയാണ് give yourself into him. ഊതിക്കഴിച്ച പൊന്ന്. Now if you submit yourself to God, then you are the gold. ഹല്ലേലൂയ. അല്ലേൽ അങ്ങനെയൊക്കെ പറയട്ടെ, ഞാൻ എന്റെ വഴിക്കേ പോകത്തുള്ളൂ. ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകലുന്ന മനുഷ്യൻ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് യിരെമ്യാവ് പറയുന്നത്. But Jeremiah says someone who says something and who is staying away from God is cursed. ഓ ഹല്ലേലൂയ. ദൈവവചനത്താൽ ഊതിക്കഴിക്കുന്ന പൊന്നായി മാറുവാൻ. But you will have to get yourself empowered and refined by the scripture. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. Praise ഈ God. വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ As you are hearing the scripture, നിന്നിൽ പിശാചി വിതച്ച എല്ലാ മുൾച്ചെടികളും ഇന്ന് പകൽ അത് ചാരമാകുന്ന ശുശ്രൂഷയായത്. and all the evil things which the Satan has planted in you are turning into ashes. നീയാകുന്ന നല്ല ചെടി വളർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. As you have been sowed into the kingdom, he wants you to grow up. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഊതിക്കഴിച്ച, തീയിൽ ഊതിക്കഴിച്ച പൊന്നും എവിടെയാണ് തീയിൽ ഊതിക്കഴിച്ച? The gold which is refined in വചനം fire, ദൈവത്തിന് തീയാണ്. the God's word is a fire. വചനം ആത്മാവാണ്. The spirit in is there. We have the ആത്മാവ് scripture. ക്രിയ ചെയ്യുമ്പോൾ അത് തീയായി മാറുന്നു. And so when a scripture comes there, it is also fire in അതിനകത്ത് it. നിങ്ങൾ ഊതിക്കഴിച്ച പൊന്നായി മാറാൻ. And when you are being refined and purified by തീയിൽ it, ഊതിക്കഴിച്ച പൊന്നും പിന്നെ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. നിന്റെ മേലുള്ള ആത്മീക ദാരിദ്ര്യം എടുത്തു മാറ്റേണ്ടതിന് വേണ്ടി ദൈവം നിന്റെ മേലൊരു വസ്ത്രം വെച്ചിട്ടുണ്ട്. God has given you a spiritual cloth to take away the spiritual poverty ആ in you. വസ്ത്രത്തിനെതിരെയാണ് യോശുവയ്ക്കെതിരെ സാത്താൻ അവൻ ചോദ്യം ചെയ്തു വന്നത്. And on that cloth is where the Satan came inquiring about. കർത്താവ് പറഞ്ഞു, അവൻ എന്റെ ദാസൻ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ അങ്ങ് മാറിക്കോ. And so God told that Job is my son and I'll take care of അതും him. അവന്റെ വലതുഭാഗത്താ വന്നു നിന്നത്. And he was standing on the right side of him. വലതുഭാഗത്ത് വന്ന് വാദിക്കുന്നതിന് പിന്നിൽ ലേവ്യ പുസ്തകത്തിൽ ചരിത്രം കിടപ്പുണ്ട്. We have it on the book of Levi about talking about the one who is standing on the side യേശു arguing. നമ്മുടെ പിതാവിന്റെ വലതുഭാഗത്ത് വന്നു നിന്ന് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. And Jesus is standing in the right hand of the Father and interceding for us. ഹല്ലേലൂയ. ദൈവത്തിന് ചരിത്രത്തിലേക്ക് പോകുന്നതിന്റെ സമയത്തിന്റെ പരിമിതിയുടെ മുമ്പിലുണ്ട്. പക്ഷേ യോശുവയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സാത്താനെ കർത്താവ് ആട്ടിപ്പായിച്ചു വിടുകയാണ്. And so when Satan is trying to tell like this, but then God is there in ഇന്ന് favor പകൽ for us. ഊതിക്കഴിച്ച പൊന്നു പോലെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അടുത്തത് വിശുദ്ധ ജീവിതത്തിന്റെ വസ്ത്രം നിന്റെ മേൽ പരിശുദ്ധയാത്മാവിന് ഇന്ന് പകൽ പുതപ്പിക്കാനുണ്ട്. God is wanting to just empower you with something more as he's going to wrap you up with the white cloth. ഹല്ലേലൂയ.
ഭവനാന്തരീക്ഷത്തിൽ പറഞ്ഞ വാക്കുകൾ ഏറ്റുപറയുക. I'm going to tell you something and you'll have to tell it back. ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവകൃപയ്ക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവിന്റെ രക്തം കൊണ്ട് കഴുകുവാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. You will have to give in yourself to God. So wherever places you have spoken against the scripture, it's going to be അങ്ങനെ cleansed ഒരു up. വസ്ത്രം നിന്നെ ധരിപ്പിക്കാൻ പോകുന്നു. Because God is going to clothe you up. അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണിന് ലേപനം. And he is also going to do something on your എന്നാ eyes. എന്തോ ആണത്? ദൈവ പ്രവർത്തികളെ കാണാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കണ്ണുകൾക്ക് അന്ധത വ്യാപിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ലേപനം കൊണ്ട് നിന്റെ കണ്ണിനെ ഇന്ന് പകൽ തെളിവുള്ളതാക്കി മാറ്റണം. And he is going to put the Holy Spirit slave on your eyes so that you can see that is what is around you. ആ ഭാഗം ഒന്ന് വായിച്ചു. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് നിനക്ക് കാഴ്ച ലഭിക്കണം. എന്ത് കാഴ്ച ലഭിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയെ കാണാനുള്ള കാഴ്ചയല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവർത്തികളെ, ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, ലോകത്തിന്റെ ചിന്തകൾ നിന്റെ അകത്ത് കയറി വരുമ്പോൾ സ്തോത്രം അതിനെ തടുത്തു നിർത്തുവാൻ നിന്റെ കണ്ണിന് ആത്മ കണ്ണുകൾക്ക് ഭയങ്കര കാഴ്ച വേണം ഇന്ന് പകല്. And so what does he talk about seeing? It is not about something else, but when spiritual eyes, you should have a good perception. ആ വിധത്തിലേക്ക് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. God is going to give you that vision in your spiritual eyes and you want to transform it like ലോകത്തിന്റെ that. ചിന്തകളോട് ഇന്ന് പകലാമേ വിട പറയുവാൻ തയ്യാറാക. Tell a goodbye to all the worldly thoughts. ദൈവത്തെ ഭയങ്കരമായിട്ട് നിങ്ങൾ ആശ്രയിക്കുക. You'll have to have a greater trust on God. ദൈവത്തെ നിങ്ങൾ ഭയങ്കരമായി ആശ്രയിക്കുക പ്രിയപ്പെട്ടവരെ. As you put your greater trust on him. യെശയ്യാവിന്റെ പുസ്തകം 55-ാമത്തെയും 13-14 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ആശ്രയിക്കണം. You will have to have a greater dependence on God. മുള്ളിനു പകരം സരള വൃക്ഷം മുളയ്ക്കും, പറക്കാരിക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. താട്ട് വായിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ ന്യായം പ്രമാണിച്ച് നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ, നീ എന്റെ വിശുദ്ധ ദിവസത്തെ, നീ എന്റെ വിശുദ്ധ സഭായോഗത്തെ, നിന്റെ കാര്യാദികൾ നോക്കാതെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഈ വരുന്ന 3 മണിക്കൂർ മാത്രമല്ല, ഈ ദിവസം ഒന്നും നിന്റെ കാര്യാദികൾ നോക്കരുത്. What God says is you don't have to just spend only 2-3 hours that you come to the church and keep things like that. രാവിലെ തപ്പിപ്പിടിച്ച് ബായിയെ വീട്ടിൽ പണിക്ക് നിർത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് അവൻ പണിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ആകുലപ്പെട്ട്, നോ, പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവത്തിന്റെ ദിവസത്തിൽ നീ ഒരു പരിപാടിക്കും പോകരുത്. So God says that when you have kept your Sabbath day, that the day that God set aside for you, do not do anything else. ആ റഫറൻസ് ഏതാ? 58:13-14 വാക്യങ്ങളാ. സ്തോത്രം. എന്റെ വിശുദ്ധ ദിവസത്തിൽ, On my holy ഈ day, ദിവസം നമുക്കുള്ളതല്ല. this day is not meant for us. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പുതിയതായി വരുന്നവരോടാണ്, അതുകൊണ്ട് പഴയവർ വലിയ മിടുക്കരാണെന്ന് വിചാരിച്ച് പീച്ചടിക്കാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, That holy day that is set aside for അന്ന് God. ടൂറ് പോകുന്ന ആൾക്കാരുണ്ട്. And there are times people which go for trips നിന്റെ on this day. പരിപാടി എല്ലാം നിർത്തിക്കോ കേട്ടോ. You're not supposed to do that. അല്ലെങ്കിൽ അപ്പുറത്തെ തങ്കമണി ചേച്ചി എന്തു വിചാരിക്കും, തങ്കമണി ചേച്ചി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ശാപത്തിനകത്ത് കിടന്നത്. You don't have to എന്റെ try pleasing ദൈവം others. എന്തു വിചാരിക്കും എന്നൊരു ചിന്ത നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? You have to give importance about pleasing God and not pleasing others. ഹലോ, പലരെയും പ്രസാദിപ്പിച്ച് നിന്റെ കുടുംബത്തിനകത്ത് ശാപത്തെ നീ തിരിച്ചു കൊണ്ടുവരരുത്. You were trying to just please men and bring curse into ഇത് your family. ദൈവത്തിന്റെ ദിവസമാണ്. But this is a day which was set aside for God. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ദിവസമാണ്. എത്ര പേർക്ക് ബോധമുണ്ട്? How many of you are aware that this day belongs to എന്റെ God? വിശുദ്ധ ദിവസത്തിൽ The holy day of mine. നീ എന്ത് ചെയ്യണം? നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ചെയ്തിട്ടും തീരത്തില്ല. ഞായറാഴ്ച വേറെ ചിലർക്ക് സമയം ഇത് കൂടുതലാ. എന്റെ 3 മണിക്കൂറേ. മെഡിക്കൽ കോളേജിൽ പോയിട്ട് 6 മണിക്കൂർ ഇരിക്കുന്ന വിഷമമൊന്നും ഇല്ലല്ലോ. സ്തോത്രം. ഇത് കർത്താവിന്റെ ദിവസം. മണിക്കൂർ 3 ഒരു കണക്കുകൂടി ഇല്ല. Sometimes people get worried about the time that is being പിന്നെ occupied എന്റെ with the മര്യാദ service. കൊണ്ട് ഞാൻ നേരത്തെ വീട്ടിൽ വിടുവാ.
ഇത് ദൈവത്തിന്റെ ദിവസമാണെന്ന് പുസ്തകം വായിക്കണേ. This day is actually given for God. It's a holy day of ഹല്ലേലൂയ. God. ഞങ്ങൾ പണ്ടൊരു രാജ്യത്തൊരു യോഗത്തിന് പോയപ്പോൾ അവിടുത്തെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച യോഗത്തിൽ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ വന്ന 3 മണിക്കാണ്. We have been to one church some days back and the pastor had come for ministering by afternoon 3 o'clock. ഓക്കെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ. പക്ഷേ വചനം പറയുന്നു എന്റെ വിശുദ്ധ ദിവസത്തിൽ But the scripture says the നിന്റെ holy day of കാര്യാദികൾ the Lord, ചെയ്യാൻ ഭാര്യയെ വിളിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തിട്ട് ഇങ്ങോട്ട് വരരുത്. you don't act according to your own ways. ഇത് ദൈവത്തിന്റെ ദിവസമാ. And this day is meant for God. അടുത്തിരിക്കുന്നവർ പറഞ്ഞ അറിഞ്ഞില്ലായിരുന്നു അല്ലേ ഇത് ദൈവത്തിന്റെ ദിവസമാണെന്ന്. So tell to your friend that are you not aware of it? എന്നെ പോലെ ഇത് ഇങ്ങനെയൊക്കെ അവൻ തുറന്നു പറയുന്നവര് ചുരുക്കം കാര്യം ഒന്നറിയാമോ? ഇത് കേട്ട് ഇനി ആൾക്കാർ വരുവോ ഇല്ലയോ? ഇവിടെ സഭ ദൈവത്തിൻ്റെതാ. The church belongs to God. ദൈവം നോക്കിക്കൊള്ളും. The God would take care of everything. രാവിലെ നിന്റെ കാര്യാദികൾ നോക്കി റബ്ബർ ചോട്ടിലും പോയി, Not just act according to your own പാവലിന്റെ ചോട്ടിലും plans. പോയി. Go അവിടെ around നോക്കി different പാവൽ ഒരെണ്ണം places. ഓന്ത് വന്ന് വെട്ടിയിട്ട് ആ വിഷമത്തോടെ ഇവിടെ വന്നിരിക്കുക. നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്റെ കാര്യാദികൾ Not just act according to your own നോക്കാതെ ways. Not going according to അങ്ങനെ that. നോക്കാൻ പോകുന്നവരുടെ കാര്യമെല്ലാം തിരുവെഴുത്ത് പറയുന്നുണ്ട്. The scripture says when you എന്നാൽ go അങ്ങനെ according to that, നോക്കാതിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. and also says about people who doesn't give importance to നിന്റെ their own കാര്യാദികൾ ways, നോക്കാതെ not ശബ്ദത്തിൽ acting to നിന്റെ the കാൽ ways. അടക്കി വെച്ച് ഹല്ലേലൂയ. എന്ത് വേണം? ഈ വിശുദ്ധ ദിവസത്തിൽ കാലടയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന What does it mean വിശ്രമം by എന്നാ that? അതിന്റെ അർത്ഥം. It is like you turn your foot away and stay in rest. ശബത്തിനെ ഒരു സന്തോഷമെന്നും ഇതിനെ ഭയങ്കര ചില ഗേറ്റ് ഇറങ്ങി വരുന്ന കണ്ട് ഏതാണ്ട് ഭയങ്കര നഷ്ടത്തിൽ കയറി വരുന്ന പോലെ. And calling Sabbath as a delight for you. എന്ന് ചിലരുണ്ട് വണ്ടി നിറങ്ങുന്ന ഒറ്റ ഓട്ടം ആരാധനയ്ക്ക് ഭയങ്കര രസം കേട്ടോ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചിലരാണെങ്കിൽ ഇങ്ങനെ കൈയും കാലെല്ലാം ഒടിഞ്ഞ് ഇവിടെ ആരും ബലമായി ആരെയും ബലമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ആരെയും ഇവിടെ പിടിച്ചു കെട്ടിയൊന്നും വെച്ചിട്ടില്ല. ആരെയും കസേര കൊണ്ടുവന്ന് ഇവിടുത്തെ അഷേഴ്സ് വിനു അല്ലേ, വിനു ഇവിടെ മേരിച്ചില്ല ഇവിടുത്തെ ആൾക്കാരും കെട്ടി വെച്ചിട്ടുണ്ടോ ആൻറ്റി? ഇല്ല. ഇതിനെ നിങ്ങളൊരു സന്തോഷ ദിവസമായിട്ട് You will have to consider coming to church or observing this Sabbath day as a delight. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ ആൻറ്റിയുടെ വിവാഹ ദിവസം ആ വീട്ടിലുള്ള ആൻറ്റിക്കും അങ്കിളിനും വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് ഗ്രേറ്റ് ഡേ. അതിനേക്കാൾ വലിയൊരു ദിവസം ആ കുടുംബത്തിലില്ല. When someone is getting married, the day that they're getting married is a greater day for them. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാ. ഇതുപോലെ and such a ദൈവ great സന്നിധിയിൽ വരുമ്പോൾ And when you come to God's presence, ഭയങ്കര സന്തോഷമായിരിക്കണം. you are supposed to take it into great delight. ചില നിങ്ങളുടെ അടുത്തിരുന്ന പാടാൻ പോലും തോന്നില്ല അതുപോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചോ. യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യം നിങ്ങൾ ഈ ദിവസത്തെ ബഹുമാനിക്കണം. And that means you're supposed to honor this ബഹുമാന holy day. യോഗ്യമെന്നും പിന്നെ നിന്റെ വേലയ്ക്ക് പോകയോ പാസ്റ്റർ പറയുന്ന പോലെ പാസ്റ്റർക്ക് പ്രസംഗിച്ച് അവിടെ പോയി ഇരുന്നാൽ മതി. എടാ കുഞ്ഞ്, നീ ജോലി ചെയ്യുന്നതിനേക്കാൾ അറ്റ്ലീസ്റ്റ് 18 മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. Sometimes you just act on your own ways by just going to your own works. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഇത്ര മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്നയാളാ. Now as an individual, അപ്പൊ അങ്ങനത്തെ വ്യാഖ്യാനം ഒന്നും വേണ്ട. എല്ലാ ദൈവവേലക്കാരും അങ്ങനെയാ. as all ministers of God, we spend a lot of time than what someone works out. നിങ്ങൾ ആരും എഴുന്നേക്കുന്നതിനേക്കാൾ നേരത്തെ ഞങ്ങൾ എഴുന്നേ. നിങ്ങൾ എല്ലാവരും ഉറങ്ങിയ ശേഷം ഞങ്ങൾ ഉറങ്ങിയത്. Now before you wake up, I'll just have to wake up, and even after you go to bed, I still stay awake. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യ്. അന്നേ ദിവസത്തെ നിങ്ങൾ എന്തായി കാണണം? And how are you supposed to observe the day? ഹല്ലേലൂയ. ഈ സഹോദരിയും ഫെനിലും പാലക്കാട് നിന്ന് ആരാധനയ്ക്ക് ഇന്ന് ഈ ആരാധനയ്ക്ക് പാലക്കാട് നിന്ന് വന്നത്. അവരുടെ മാതാപിതാക്കൾ അവിടെ ആരാധനയ്ക്ക് വന്ന് ചർച്ചുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി അവിടുന്ന് വെളുപ്പിന് പെട്രോൾ കത്തി ഇവിടെ വന്നിരിക്കുക. എവിടെയെങ്കിലും ആരാധിച്ചാൽ പോരാന്ന് ചോദിക്കുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനയോഗ്യം എന്ന് പറയും. നിന്റെ വേലയ്ക്ക് പോകുകയോ Not just going according to your നിന്റെ own കാര്യാദികളെ നോക്കുകയും വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയും ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. or finding your own pleasure or നിന്റെ speaking your own ഭവനത്തിനകത്തുനിന്ന് words, സന്തോഷം കെട്ടുപോവുകയില്ല. then you will delight yourself in the Lord, ഒരിക്കലും ദുഃഖം നിന്റെ വീട്ടിൽ കയറി വരികയില്ല. and there shall be no sad things comes into your home. ഹല്ലേലൂയ. ലോകത്തിന്റെ ചിന്ത നിന്നെ കയറി പിടിക്കരുത്. Let not the world thoughts of the world occupy you. അടുത്ത വാക്യം. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി.
Now, if you're going to do in that way, നിങ്ങളുടെ ദേശത്തിലെ ഉന്നതങ്ങളിൽ ആ വാഹനമേറ്റി ഇവിടുത്തെ ഒരു ഓടുമാറാക്കുകയും ഡ്രൈവിംഗ് സ്കൂളുകാരനും അല്ല ഇത് കണ്ടുപിടിച്ചത്. വാഹനം എന്ന പദം കണ്ടുപിടിച്ച എന്റെ കർത്താവാ. ഇത്രയും കാര്യം നിങ്ങളുടെ കാര്യാദികളെ നോക്കാതെ, ദായിയെ വിളിച്ച് വീട്ടിൽ ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വന്ന് ആരാധിച്ചിട്ട് പോകാതെ, സ്തോത്രം, വ്യർത്ഥ സംസാരത്തിൽ സമയം കളയാതെ, നിന്റെ കാര്യാദികളെ നോക്കാതെ, റബ്ബർ ചോട്ടത്തിലും പാടത്തും, പിന്നെ ഒന്നും കണ്ട് പറഞ്ഞു സഹോദരന്മാരെ, നിങ്ങളും കൂടെ ഈ പ്രശ്നത്തിലാകൂല്ലോ എന്ന് വിചാരിച്ചു നിങ്ങളെ ഉൾപ്പെടുത്തുന്നത്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അതെല്ലാം കൊണ്ട് നിരാശപ്പെട്ട് വിഷമിച്ച് കപ്പളത്തിന്റെ മണ്ട ഒടിഞ്ഞ് കണ്ട ഇങ്ങോട്ട് വരുന്നത്. ഹല്ലേലൂയ, എല്ലാം പോയല്ലോ. ഒന്നും പോകാതിരിക്കാനാ കർത്താവ് പറഞ്ഞത്. നീ അവിടെയൊന്നും പോകണ്ട. ഈ ദിവസം ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് ബഹുമാനിച്ചാൽ, when you just give importance to God and give him the honor that the ദേശത്തിലെ day needs, ഉന്നതങ്ങളിൽ I will cause you ride on the high places of the earth. ഈ കാമൻ ഇത് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നവരെന്താ ഉന്നതങ്ങളിലേക്ക് കയറുന്നത് മനസ്സിലായോ? And so do you understand how people are able to go on to high പട്ടിണി places? വരാത്തെന്താണെന്ന് മനസ്സിലായോ? Do you understand how it happens? ഉയർച്ച തേടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? How are they going into greater അവരെ realms? ഞാൻ ഉന്നതങ്ങളിൽ വാഹനമോടിക്കുമാറാക്കും. I would cause them to ride on the high places. രണ്ട് പറ, യാക്കോബിന്റെ അവകാശങ്ങൾ അവരുടേതാക്കി മാറ്റും. And also give them the inheritance or heritage of Jacob. ഹല്ലേലൂയ. 20 വർഷമായിട്ട് ഒന്നും കിട്ടാതിരുന്നവന് അടുത്ത വർഷങ്ങളിൽ മുഴുവനും കൊടുത്ത് മാനിച്ചതുപോലെ, ഉയർത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ പറയുകയാണ്, യാക്കോബിന്റെ അവകാശങ്ങളെ ഞാൻ നിങ്ങളുടെ മേൽ നൽകി തരും.